യം ശൈവാസമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്യത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ സമാദിഷ്ടം യൈസ്താനപി സതതമീഡേ ഗുരുവരാൻ മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരു ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ. ഹരി ഹരി ഹരി. നമുക്ക് എല്ലാവർക്കും കൂടി ഇനി പതിവ് പോലെ ഓങ്കാരം ജപിക്കുക. ഇവിടെ ആരാരെല്ലാം വന്നിരിക്കുന്നുണ്ടോ അവരെല്ലാവരും പങ്കെടുക്കാനും അവരുടെ ഒരു കൂട്ടധ്വനി കൊണ്ട് ഈ സദസ്സിനെ ആകെയും ലോകത്തെ മുഴുവനും പവിത്രമാക്കി സന്തുഷ്ടവും സമ്പന്നവുമാക്കണം എന്ന ഉദ്ദേശത്തിലാണ് നാം ഈ ഒരു കൂട്ട തപോനുഷ്ഠാനം നടത്തുന്നത്. ഇതിനെ നിങ്ങളെല്ലാവരും ഒരു തപസ്സായിട്ട് തന്നെ വേണം കാണാൻ. യജ്ഞം, ദാനം, തപസ് എന്ന് മൂന്നെണ്ണമാണ്. അതിൽ യജ്ഞം ഈശ്വരപ്രീതിക്ക് ചെയ്യുന്നതൊക്കെ, ദാനം നമ്മൾ കൊടുക്കുന്നത് ആരാണോ സ്വീകരിച്ച് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നത് അനുഭവിക്കാനും അവർക്ക് കൊടുക്കുക. എന്നാൽ തപസ് എന്ന് പറയുന്നത് നമ്മളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതാണ്. ആ തപസ്സിൻ്റെ ഫലം അറിയാൻ പാർവതിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. പാർവതിയുടെ പഞ്ചാഗ്നി തപസ്സുകൊണ്ടാണ് പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് പാർവതിയെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചത് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ തപസ്സിന് വലിയ ഒരു ഫലമാണ്, എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തപസ് എല്ലാവരും കൂടി അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ 3 തവണ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ കൂടെ ജപിക്കാമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു കാര്യം നമ്മളോട് ആരാവശ്യപ്പെട്ടാലും അത് നിർവഹിച്ചു കൊടുക്കേണ്ട ഒരു സ്വാഭാവിക മര്യാദയും ചുമതലയും പ്രേരണയും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ജപിക്കാൻ അത്ര സന്തോഷം തോന്നിയില്ലെങ്കിലും നിങ്ങളുടെ സ്വാമിജിക്ക് സന്തോഷമുണ്ട് എന്ന് വിചാരിച്ചെങ്കിലും ഒന്ന് നല്ല പോലെ ഇതിൽ പങ്കെടുക്കാം. ഹരിഹി ഹരിഹി. ഓ
ഈ ഓങ്കാരത്തിൻ്റെ അതെന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു, അതിനും നമുക്കുമുള്ള ബന്ധമെന്ത്? നാം ചർച്ച ചെയ്യുന്ന വിഷയവുമായി ഈ ഓങ്കാരത്തിന് എന്താ ബന്ധം എന്നുള്ളത് പല സന്ദർഭങ്ങളിലുമായി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഒരിക്കൽ കൂടി പറയാം. നമുക്കെല്ലാം കൂടി ഇത് എത്ര തവണ പറയണം ഞാൻ? നമുക്കെല്ലാം കൂടി നമ്മുടെ ജീവിതം അനുഭവാത്മകമാണ്. കുട്ടി മാതൃഗർഭത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഐന്ദ്രിയമായ അനുഭവം ആദ്യമായി ആ കുട്ടിക്ക് ഉണ്ടാവുകയാണ്. അതിൻ്റെ പ്രതികരണമാണ് കരച്ചിൽ. അങ്ങനെ ഓരോ ഇന്ദ്രിയം, ആദ്യത്തെ ത്വക്കാണ്, തൊലിയാണെന്ന് വേണം പറയാൻ. പിന്നെ ഒരു പക്ഷേ രുചിക്കുക, നാവാവും. പിന്നെ മണക്കുക, പിന്നെ കേൾക്കുക. ഇങ്ങനെ ഓരോന്നായി അവസാനമാണ് കണ്ണു തുറന്ന് കാണാൻ തുടങ്ങുന്നത്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളും ഓരോന്നായി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുകയാണ്. അങ്ങനെ രൂപപ്പെടുമ്പോഴാണ് ഈ മനസ്സ് ഉണ്ടാകുന്നത്. നിങ്ങളാരും വിചാരിക്കരുത് ഒരു മനസ്സും കൊണ്ടാണ് നമ്മൾ വരണത് എന്ന്. സാധാരണ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ബുദ്ധിമാന്ദ്യം കൂടുതൽ പ്രകടമായി കുട്ടികളിൽ കാണുന്നു. ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഈ സംഗതി? ആ കുട്ടികൾക്ക് ഇന്ദ്രിയങ്ങളില്ലേ? പ്രവർത്തിക്കണില്ലേ? പക്ഷേ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ, അവയുടെ പ്രതിഫലനത്തെ ക്രോഡീകരിച്ചെടുത്ത് അവിടുന്ന് അങ്ങോട്ട് മനസ്സും ബുദ്ധിയും വളർന്നു വരണില്ല. അവിടെയാണ് ഈ കുഴപ്പം. അപ്പം നമ്മുടെ മനസ്സ് വളരുന്നത് ജനനത്തിന് ശേഷമാണ്, ബുദ്ധി വളരുന്നതും ജനനത്തിന് ശേഷമാണ്. ഇതിനെല്ലാറ്റിനും പിന്നിലും അടിത്തറയുമായി നിൽക്കുന്നതാണ് നമ്മുടെ അനുഭവം. ആ അനുഭവം 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്കുണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിലും ഈ അനുഭവം രൂപപ്പെടുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ശരീരമല്ലാതെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്ഥലത്തിലാണ്. ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഈ മനസ്സിന് എല്ലാം കൂടി 3 അവസ്ഥകളാണ്. ഒരവസ്ഥ എന്താ? ജാഗ്രത. നമ്മളൊക്കെ ഇപ്പോൾ ജാഗ്രതയിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അത് എല്ലാവർക്കും കൂടി പൊതുവേ ഉള്ളതാണ് ഈ ജാഗ്രത അവസ്ഥ. എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ നാം ഒരുപോലെ കാണും, ഒരുപോലെ കേൾക്കും, ഒരുപോലെ മണക്കും, രുചിക്കും, എല്ലാം മനസ്സിലാക്കും. അപ്പോൾ നമുക്കൊരു പൊതുവ്യവഹാരത്തിനുള്ള സാധ്യത അവിടെ കൂടുതലാണ്, ഇടപഴക്കം. ഈ ജാഗ്രത അവസ്ഥ എങ്ങനെയോ അതുപോലെ തന്നെയാണ് ദിനാന്ത്യത്തിൽ എന്തുണ്ടാവുന്നു? ഈ ജാഗ്രത അവസ്ഥയ്ക്ക് ഒരു വിരാമം കുറിച്ചുകൊണ്ട് ഉറക്കം നമ്മളെ പിടിപെടുന്നു. ഉറക്കം നാം ക്ഷണിച്ചു വരുത്തുന്നതല്ല, സ്വാഭാവികമായി വരുന്നതാണ്. നമ്മുടെ ഐച്ഛികമായ ഒരു അനുഭവമല്ല ഉറക്കം. ഉറങ്ങി എണീക്കാൻ നമ്മൾ ഇച്ഛിച്ച് നടക്കുന്നതല്ല. ഉറക്കത്തിന് ചിലപ്പോൾ ഒത്തിരി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ ഇല്ലാതെയാക്കാൻ പറ്റില്ല. ഈ ജാഗ്രത അവസ്ഥയ്ക്ക് നേരെ വിപരീതമാണ് ഉറക്കം. ആരും പറയാത്തതും അറിയാത്തതുമായ ഒരു സംഗതി ഞാൻ പറയാം. ഈ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് മുഴുവനും ദൃശ്യവസ്തുക്കളെ ഉദ്ബോധിപ്പിക്കുന്നതാണ്, ഉണർത്തിത്തരുന്നതാണ്. ദൃശ്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാവുന്നതും ഇന്ദ്രിയ ഗോചരവുമായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ നാം വിഷയങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. വിഷയം എന്ന് പറഞ്ഞാൽ ഓബ്ജക്ട്സ്. ഉറക്കത്തിലോ ആ വിഷയങ്ങളെ മുഴുവൻ വിച്ഛേദിച്ച് പരിപൂർണമായി തുടച്ചു മാറ്റി വിഷയി മാത്രമായിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഈ വിഷയി മാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? വിഷയം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്. ആ വിഷയത്തിനെ ഗ്രഹിക്കുന്നവനാണ് വിഷയി, വിഷയത്തെ ഗ്രഹിക്കുന്നവൻ. സാധാരണ മലയാളത്തിൽ ഇങ്ങനൊരു വാക്ക് ആരും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കണം. ഇത്രയധികം ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഉപയോഗിച്ച് ബാക്കിയുള്ളവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വിഷയത്തെ ഗ്രഹിക്കുന്നവൻ, ഉണരുന്നവൻ വിഷയി. അപ്പോൾ വിഷയങ്ങളെ മുഴുവനും വിട്ട് വിഷയങ്ങളെ മുഴുവനും വിട്ടാൽ പിന്നെ എവിടെയാണ് നിൽക്കുക നമ്മൾ? വിഷയി.
ഒന്ന് പുറമാണെങ്കിൽ മറ്റേത് അകമാണ്, ഒന്ന് സ്ഥൂലമാണെങ്കിൽ മറ്റേത് സൂക്ഷ്മമാണ്. അങ്ങനെ വിഷയി മാത്രമായി നമ്മൾ കിടന്നുറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ വിഷയിയുണ്ട് എന്നുള്ള ബോധ്യവും ആ വിഷയി സന്തോഷകരമാണ്, ആനന്ദമയമാണ് എന്ന അനുഭവം നമ്മൾ ഉറക്കത്തിലുണ്ടാവുന്നു. ഇതിന് രണ്ടും കൂടാതെ ഉറക്കത്തിൽ നിന്ന് വഴുതിപ്പോയി പെട്ടെന്നൊരു പുതിയ വിഷയലോകം രചിക്കുന്നതാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. ഇത് ആരാ രചിക്കുന്നത്? ഉറങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ വിഷയബന്ധം തീരെ ഇല്ലാത്തവൻ. The sleeper has no relationship at all with the objects of the world with which he was interacting till he went into sleep. അപ്പം അത് വിഷയി എന്ന് പറയുന്ന വിഷയത്തെ ഗ്രഹിക്കുന്ന ഒരാളാണ്. ആര് ഉണർന്നിരുന്നോ ആ ആൾ തന്നെയാണ് ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ ഉറങ്ങി എന്ന് പറയുന്നത്. ഞാൻ ഉണർന്നിരുന്നു ജാഗ്രത്തിൽ, ഞാൻ ഉറങ്ങിക്കിടന്നു ഉറക്കത്തിൽ, ഒന്നുമറിയാതെ. അങ്ങനെ ഉണർന്നിരുന്നവനും ഉറങ്ങിയവനും തമ്മിൽ ഒരു മാറ്റവുമില്ല, ഒരേ ആളാണ്. ആ ആൾ തന്നെയാണ് സ്വപ്നം കാണുന്നത്, ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എണീക്കുന്നതും. അപ്പോൾ ഉണർന്നിരുന്നത് ഞാൻ, ഉറങ്ങിയത് ഞാൻ, സ്വപ്നം കണ്ടത് ഞാൻ. ഈ ഞാൻ ഒരേ ഒരു ഞാനാണ്. ഈ ഞാനിൻ്റെ വലിപ്പവും മഹിമയും ശക്തിയും സാധ്യതവും പ്രഭാവവും എല്ലാം നിങ്ങൾക്ക് ഈ 3 അവസ്ഥകളെ വെച്ചുകൊണ്ട് വേണം മനസ്സിലാക്കാൻ. നമുക്ക് വരുന്ന തെറ്റെന്താണെന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയെ മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ. 24 മണിക്കൂറിൽ 16 മണിക്കൂർ ഉണർന്നിരുന്നാൽ 8 മണിക്കൂർ നാം കിടന്നുറങ്ങണു. ആ 8 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഞാൻ മാത്രമായി കിടന്നുറങ്ങുന്ന സമയത്താണ് സ്വപ്നമുണ്ടാവുന്നത്. ആ സ്വപ്നത്തിലുള്ള ലോകത്തെ മുഴുവൻ അപ്പോൾ രചിച്ചതാരാ? ഉറങ്ങിക്കിടന്നവൻ. ആ ഉറങ്ങിയവന് വിഷയങ്ങളുമായി വല്ല ബന്ധവുമുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥയിൽ കാണുന്ന വസ്തുവിശേഷങ്ങളെ മുഴുവനും വിച്ഛേദിച്ച് മാച്ചു കളഞ്ഞ് താൻ മാത്രമായി വിഷയിയായി കിടന്നുറങ്ങുന്ന ഒരുവനാണ് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിലുണ്ടാവുന്ന രചന അപ്പോൾ വിഷയി താൻ മാത്രമായി തൻ്റെ ഉള്ളിൽ രചിക്കുന്നതാണെന്ന് ബോധ്യം വരണു. ഈ 3 അവസ്ഥകളാണ് നമുക്കുള്ള അനുഭവങ്ങൾ. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഈ ജാഗ്രത അവസ്ഥ മാത്രമാണ് നമ്മുടെ അനുഭവമെന്ന്. 16 മണിക്കൂർ ജാഗ്രത ഉണ്ടെങ്കിൽ 8 മണിക്കൂർ ഉറക്കമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ആ ഉറക്കത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ആ ഉറക്കത്തിലുള്ള അനുഭവത്തെ വേണ്ടതുപോലെ വിലയിരുത്തി ജാഗ്രതയോടു കൂടി യോജിപ്പിച്ച് സ്വപ്നത്തോടും കൂടി യോജിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എന്നതിൻ്റെ വ്യാപ്തിയോ പ്രഭാവമോ മഹിമയോ അതിൻ്റെ സങ്കല്പശക്തിയോ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഓം എന്ന് പറയുന്നത് ആ ഊ എന്ന് പറയുന്ന 3 സ്വരങ്ങൾ ചേർത്തതാണ്. ആ എന്ന് പറയുന്ന സ്വരം നാവ് പോലും ഇല്ലെങ്കിലും വിരോധമില്ല, തൊണ്ട തുറന്നു വരുന്ന ശബ്ദമാണ്. ആ ആ അതിങ്ങനെ വിസ്തൃതമായിരിക്കുന്ന ഒരു ശബ്ദം തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതേമാതിരി ഒരു വിസ്തൃതാവസ്ഥയാണ് ഈ ജാഗ്രത. അത് കഴിഞ്ഞ് ഈ സുഷുപ്തി എന്ന് പറയുന്നതോ എന്താ ഇതിനർത്ഥം? ഒരു ശബ്ദമാണെന്നുള്ളത് ശരി, ആ ശബ്ദം എന്തെങ്കിലും ഒന്ന് സൂചിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അതിൽ നിന്ന് വ്യഞ്ജനമോ സ്വരമോ ഒന്നും പുറപ്പെടുന്നില്ല, ഒരു മൂളിച്ചയാണ്. അതേപോലെ ഉറങ്ങിക്കിടക്കുന്നവൻ ഉറങ്ങി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവിടെ ഉണ്ടാവുന്ന അനുഭവത്തെപ്പറ്റി നമുക്ക് ഒരു തരത്തിലും നിർവചിക്കാനോ വിവരിക്കാനോ സാധ്യമല്ല. ഒരു ഇൻഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്, അവ്യക്തം, അവാച്യമായിരിക്കുന്ന, വിവരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് ഈ അനുസ്വരം കൊണ്ടുവരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ വായ തുറക്കാതെയും മൂടാതെയും നിർത്തി ഉച്ചരിക്കുന്ന സ്വരമാണ് ഊ. നോക്കൂ, ഈ ചുണ്ട എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാൻ, മുറുക്കരുതെന്ന് മാത്രം. ഊ.
അതാണ് ഈ സ്വപ്നം. ഈ ജാഗ്രത്തിൻ്റെയും സുഷുപ്തിയുടെയും ഇടയിൽ വിഷയമാത്രമായി, സബ്ജക്റ്റ് മാത്രമായി രചിക്കുന്ന ഒരു ദൃശ്യപ്രപഞ്ചത്തിൽ നാം കഴിയുന്നതാണ് ഈ സ്വപ്നം. അപ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന വിഷയിക്ക് അതിന് തൻ്റേതായ ഒരു സ്വപ്നം രചിക്കാൻ സാധിക്കും, ഒരു പ്രപഞ്ചം രചിക്കാൻ സാധിക്കും എന്ന് വ്യക്തമാകുന്നു സ്വപ്നത്തിൽ നിന്ന്. സോ ദ പർപ്പസ് ഓഫ് ഡ്രീം ഈസ് ഓൺലി ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് what is the potential and magnitude of the sleeping subject. You are totally disconnected from the wakeful state, and you go into a state which is indistinct for you. You are not able to say, I am sleeping, as you will say, I am wakeful, I am interacting with the wakeful objects. Like me, there are so many others who also are interacting with the same objects. But in sleep, I am not at all interactive. I don't know that I am sleeping, but nevertheless, I am in that for about 7 or 8 hours. ജാഗ്രത അവസ്ഥയിൽ നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. നാം പങ്കാളികളാണ്. നമ്മെപ്പോലെ ഉണർന്നിരിക്കുന്നവരോടുകൂടി നാം സംസാരിക്കുന്നു, വ്യവഹരിക്കുന്നു, ഇടപഴകുന്നു. അങ്ങനെ ഒന്നുമില്ല ഈ സുഷുപ്തിയിൽ. അവിടെ ഒറ്റയ്ക്ക് താൻ മാത്രമായി കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ എന്താണ് ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഈ മൂളുന്നത് പോലെ, ഏയ് ഇങ്ങോട്ട് വരൂ, എന്താ അതിനർത്ഥം? വരുന്നോ വരില്ലെന്നോ? ഇങ്ങോട്ട് വരുന്നില്ലേ? ഊമൻ ഒന്ന് മൂളിയ ഊമത്തി 2 മൂളെന്ന് പറയും. അതുമാതിരി ഒരു സംഗതിയാണ്. അതിനൊരു അർത്ഥമൊന്നുമില്ല. അതുമാതിരി അവ്യക്തമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ ഉറക്കം. ജിജ്ഞാസുക്കളെ നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഈ പ്രപഞ്ചത്തെപ്പറ്റി പരിഗണിക്കുമ്പോൾ, സൃഷ്ടിവിശേഷത്തിൻ്റെ ക്രമം വർണ്ണിക്കുമ്പോൾ, വിപരീത ക്രമം വർണ്ണിക്കുമ്പോൾ അവ്യക്തം എന്ന് പറഞ്ഞൊരവസ്ഥയെപ്പറ്റി നമ്മൾ പറയാറുണ്ട്. ആ അവ്യക്തം എന്ന് പറയുന്നതിന് നമുക്ക് വിരൽ ചൂണ്ടിത്തരുന്നത് നമ്മുടെ തന്നെ അവ്യക്തമായ സുഷുപ്തിയാണ്. ഈ അവ്യക്തം എന്ന് പറയുന്നത് ഒരു നിഗമനമാണ്, ഒരു കൺക്ലൂഷനാണ്. ആ കൺക്ലൂഷന് വക നൽകുന്നത് ജാഗ്രത അവസ്ഥയെപ്പോലെ അതിൻ്റെ മറുവശമായ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവനാണ്, ബോധമാണ്, ശുദ്ധബോധമാണ്, കോൺഷ്യസ്നെസ്സാണ്. എല്ലാറ്റിലും മികച്ച ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഒരു പ്രകടനവിശേഷം. അതാണ് സൃഷ്ടികർത്താവ് എന്ന് പറയുന്നതിന് വഴി ചൂണ്ടുന്നതും നമ്മുടെ സ്വപ്നമാണ്. ഇത് മൂന്നും കൂടി ചേർന്നാൽ മാത്രമേ മനുഷ്യജീവൻ്റെ പൂർണ്ണമായ പഠനമാകുന്നുള്ളൂ. അത് മൂന്നിനെയും ശബ്ദരൂപത്തിൽ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ഓംകാരം. നമുക്ക് ക്ഷേത്രത്തിൽ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം കല്ലുകൊണ്ടോ അല്ല മരം കൊണ്ടോ മണ്ണുകൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതീകമാണ്. അതൊരു സ്ഥൂല പ്രതീകം, വസ്തു കൊണ്ടുണ്ടാക്കിയത്. അതേപോലെ ഒരു ശാബ്ദ പ്രതീകമാണ് പരബ്രഹ്മത്തിൻ്റെ, പരമാത്മാവിൻ്റെ, പരമേശ്വരൻ്റെ അങ്ങേ അറ്റത്ത് ആ പ്രഭാവത്തിൻ്റെ പ്രതീകമാണ് ഈ ഓം. ആ ഓംകാരം ജപിച്ചാൽ എന്തുണ്ടാവുന്നു? നമ്മുടെ മസ്തിഷ്കത്തിൽ വിശേഷപ്പെട്ട ചില സ്പന്ദനങ്ങൾ ഉണ്ടാവുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ പ്രത്യേകം പ്രവർത്തിപ്പിക്കപ്പെടുന്നു. അതിൽ നിന്ന് നിർഗളിക്കുന്ന മെലറ്റോണിൻ എന്ന് പറയുന്ന ആ വിസർജനമുണ്ടല്ലോ, അത് വളരെ വിശേഷപ്പെട്ടതാണ്. നമ്മുടെ ഹാർമോൺസൊക്കെ കൂടി വരുന്നു. മസ്തിഷ്കത്തിനെ ഉജ്ജ്വലമാക്കി തീർക്കാനുള്ള വിശേഷപ്പെട്ട ഒരു ശക്തി അതിനുണ്ട്. ആധുനിക ഡോക്ടർമാർ പറയുന്നു ഹൃദയത്തിൻ്റെ ആയുസ് കൂട്ടാനും ആരോഗ്യം കൂട്ടാനും അത് ഉപകരിക്കുന്നുവെന്ന്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പറഞ്ഞിട്ടുമില്ല. നമ്മുടെ ആവശ്യം മനസ്സും ബുദ്ധിയും അതാണ് നമ്മുടെ ലക്ഷ്യം. ശരീരശാസ്ത്രം, ആയുർവേദം ഒന്ന് വേറെ. ഇത് ആന്തര വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് അധ്യാത്മം എന്ന് പറയുന്നത്. ഇതാണ് ഈ ഓംകാരത്തിൻ്റെ വിശേഷം.
കുടുംബത്തൊരു കലഹമുണ്ടെന്ന് വിചാരിക്കുക, വലിയ ബഹളം കൂട്ടി തർക്കിയാൽ. ഇപ്പം അച്ഛനമ്മമാർ തർക്കിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ ചെന്ന് ഓ ഇതൊന്ന് പറഞ്ഞു നോക്കട്ടെ, അവർ ലഹള അവിടെ നിൽക്കും. അവർക്ക് ലഹള കൂട്ടാൻ പറ്റില്ല. വളരെയധികം ശാന്തി നൽകുന്നതാണ് ഈ ഓംകാരം. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പ്രതിദിനം എണീറ്റ് എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു 3, 6, 9, 12 തവണ ഓംകാരം ജപിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വിശേഷമാണ്. അതുപോലെ ഞാൻ പറയാറുണ്ട്, നമസ്കരിക്കുക. എന്താണ് ഈ നമസ്കാരം? നമ്മളെപ്പോഴും നിവർന്നിരിക്കുന്നവരാണ്. രാത്രി കിടക്കുമ്പോൾ മാത്രമേ നമ്മൾ കിടക്കാറുള്ളൂ. അതെങ്കിൽ നമ്മൾ നിവർന്നിരിക്കും. ഒന്നിലോ ചന്തിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കാലിൽ നിൽക്കുന്നുണ്ടാവും. ഇതേ വ്യത്യാസമുള്ളൂ. അങ്ങനെ നിവർന്നിരിക്കുന്ന നമ്മൾ എപ്പോഴും നമ്മുടെ തല ഹൃദയത്തിൻ്റെ മുകളിലാണ്. ഈ ഹൃദയത്തിന് തലയിലേക്ക് പമ്പ് ചെയ്യാൻ എപ്പോഴും ഒരു സ്വല്പം വിഷമമുണ്ടാവും. പക്ഷേ തല ചെറുതായതുകൊണ്ട് ഹൃദയം അതിനു വേണ്ടി രചിച്ചതാണല്ലോ, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നിവർന്നു നിൽക്കുന്ന ഈ ശരീരം, ആ തല, അതിലേക്ക് കുറച്ചുകൂടി രക്തസഞ്ചാരം ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധി സ്പന്ദനങ്ങൾ കൂടുതൽ സമ്പുഷ്ടമാവും. അപ്പോൾ അതിന് വഴിവെക്കുന്നതാണ് പ്രണമിക്കുക, നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. ഒരാളും നിങ്ങളുടെ മുൻപിൽ വേണ്ട, ഒരു ദൈവത്തിൻ്റെ പടവും വേണ്ട. സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ചെന്ന് ഒരു 12 തവണ നമസ്കരിക്കൂ പ്രതിദിനം. നിങ്ങൾക്ക് ബാക്ക് പെയിൻ എന്നൊന്നും ഉണ്ടാവില്ല. ഞാൻ ജംഷഡ്പൂരിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ്, നമ്മുടെ ശിഷ്യനാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമിജി എന്ന് പറഞ്ഞില്ലേ, അന്ന് മുതൽക്ക് ഞാൻ തുടങ്ങിയതാണ് നമസ്കാരം. 12 തവണ നമസ്കരിക്കും, എനിക്ക് ബാക്ക് പെയിനേ ഇല്ല എന്ന് പറയുക. ഡോക്ടർമാർക്ക് ധാരാളം ഇരിക്കണമല്ലോ. 12 തവണ നമസ്കരിച്ച് നോക്കൂ, ബാക്ക് പെയിൻ ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിൽ 600-ലേറെ മസിൽസ് ഉണ്ട്. ഈ 600 മസിൽസിൽ ഓരോന്നിനെയും പ്രവർത്തിപ്പിക്കാനും ആരോഗ്യം നൽകാനുമുള്ള വ്യായാമങ്ങളുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കൂ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ. ഓരോ മസിലിനെയും ടാർഗറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് എടുത്താലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ. കഴുത്തിന്, ചുമലിന്, കൈമുട്ടിന്, റിസ്റ്റിന്, വിരലുകൾക്ക്, മാറിടം, വയറ്, അരക്കെട്ട്, തൊട, കാൽമുട്ട്, അതിൻ്റെ താഴെയുള്ള ഭാഗം, പിന്നെ ആ കാലിലുള്ള ആ ആംഗിൾ അവിടെ കാലിൻ്റെ പടം, ഇതിനെല്ലാറ്റിനും പറ്റിയ തരത്തിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾ എടുക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതം സുഭഗമാകൂ. വ്യായാമങ്ങളെടുത്ത് ആരോഗ്യം ഭദ്രമാക്കി നിലനിർത്തിയാൽ അത് തന്നെ മതി സൗഖ്യത്തിനും സന്തോഷത്തിനും. ഞാൻ ദിവസേന ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, വയ്ക്കുന്നുണ്ട്, നടക്കുന്നുണ്ട് ഇത് പറഞ്ഞാൽ പറ്റില്ല. നടക്കുന്നത് നല്ല ഒരു എക്സസൈസാണ്, അതല്ലാത്തതൊന്നും പൂർണ്ണമല്ല. അപ്പോൾ ഈ ഓങ്കാരത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട്. ആന്തര വ്യക്തിത്വത്തെ സമ്പുഷ്ടമാക്കുന്നതോടൊപ്പം അത് നമ്മുടെ ബാഹ്യം സ്ഥൂലമായ ശരീരത്തെയും സമ്പുഷ്ടമാക്കി തീർക്കും. നമുക്കിതാ ഇവിടെയുള്ള ശ്ലോകം ചൊല്ലാം. തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹ്ണാതി ന ഹൃഷ്യതി ന കുപ്യതി തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹ്ണാതി ന ഹൃഷ്യതി ന കുപ്യതി. ഈ അഷ്ടാവക്ര സംഹിതയുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പറയുന്ന സിദ്ധാന്തങ്ങൾ മുഴുവനും എല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ മാത്രം ഒപ്പിച്ച് നിൽക്കുന്നതാണ്. മനസ്സിനെ മാത്രം, ബാക്കി ഒന്നിനെയും പിടിക്കണില്ല. ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താ? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശുദ്ധമാക്കൂ. എങ്ങനെ ശുദ്ധമാക്കും?
നിങ്ങൾ ആത്മസ്വരൂപിയാണെന്ന് മനസ്സിലാക്കൂ. ഈ ആത്മാവിൽ നിന്ന് നമുക്ക് വേണ്ടുന്നതൊക്കെ കിട്ടിക്കോളും. കിട്ടില്ല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. കിട്ടുമോ എന്നുള്ള സംശയവും തെറ്റാണ്. കൂടുതൽ ഈ ആത്മാവിനെക്കുറിച്ച് ആലോചിച്ച് ആ ആലോചനയ്ക്ക് വിധേയമായി മനസ്സിലുള്ള വൈകല്യങ്ങളെ മുഴുവൻ തുടച്ചു മാറ്റൂ. അപ്പം മനസ്സിനെ പവിത്രമാക്കാൻ, സംശുദ്ധമാക്കാൻ, സമ്പന്നമാക്കാൻ, സമ്പുഷ്ടമാക്കാൻ, ധന്യമാക്കാൻ, പൂർണ്ണമാക്കാനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളയൂ. നമുക്ക് 5 കോശമുണ്ടാകാം, 18 21 തത്വങ്ങൾ ഉണ്ടാകാം പ്രപഞ്ചത്തിൽ, 1008 കൂട്ടം ധർമ്മകാര്യങ്ങൾ ഉണ്ടാവും നമുക്ക്. ഇതൊക്കെ വിടൂ. നിങ്ങളുടെ അനുഭവവേദി മനസ്സാണ്. ആ മനസ്സിലുള്ള കൽമഷങ്ങളും വികലതകളും മാറ്റിയാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി, പൂർണ്ണത്വം കൈവന്നു. ഇതാണ് പിന്നെയും പറയുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞുല്ലോ, മയ്യനന്തമഹാംബോധൗ വിശ്വം നാമ വികൽപ്പന അതിശാന്തോ നിരാകാരഃ ഏതദേവാഹമാസ്ഥിതഃ. ആദ്യം പറഞ്ഞു ഈ വിശ്വം ഒരു തോണി പോലെ ഒരു സോളിഡായിട്ടുള്ള വസ്തുവാണ് നമ്മുടെ മനസ്സിൽ, അനന്തസാഗര മനസ്സിൽ. രണ്ടാമത് പറഞ്ഞു ജലമയമായ ആ മഹാസമുദ്രത്തിൽ വിശ്വം ജലമയമായ ഒരു തരംഗം മാത്രമാണെന്ന്. അപ്പോൾ അന്യവസ്തുവല്ല എന്ന് വന്നു. പിന്നത്തെ പറയച്ചിൽ എന്താ? അനന്തമഹാസാഗരമായിരിക്കുന്ന നമ്മുടെ മനസ്സിൽ ഈ വിശ്വം എന്ന് പറയുന്നതിന് സ്വല്പമെങ്കിലും സ്ഥൂലത്വമില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോഴോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുമ്പോഴോ ആണ് സ്ഥൂലമയ പ്രപഞ്ചം. അതിനെ അനുഭവിക്കുന്ന മനസ്ഥലത്തിൽ അതിന് സ്ഥൂലത ഇല്ല. അത് വെറും മനസ്സിലുള്ള ഇമാജിനേഷൻ, സങ്കല്പമാണ്. നിങ്ങൾക്ക് അനവധി വിചാരങ്ങളും ചിന്തകളും പുറപ്പെടുന്നുണ്ടല്ലോ, അവയ്ക്ക് സ്ഥൂലത്വമുണ്ടോ? ഇല്ല. അതുപോലെ സ്ഥൂലത്വം ഇല്ലാത്തതാണ് പ്രപഞ്ചപ്രതീതിയും പ്രപഞ്ചപ്രതിച്ഛായയും. മനസ്സ് രചിക്കുന്ന ഒരു പ്രതിച്ഛായ മാത്രമാണ് ഈ പ്രപഞ്ചം അനുഭവിക്കുന്ന വേളയിൽ അനുഭവ കേന്ദ്രത്തിൽ. നമ്മൾ എല്ലാറ്റിനെയും കണ്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ആ മനസ്ഥലത്തിൽ ഈ പ്രപഞ്ചത്തിന് സ്ഥൗല്യം ഇല്ല. സ്ഥൂലതയില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? അതിസൂക്ഷ്മമായ സങ്കല്പം മാത്രമാണത്. സങ്കല്പം എന്ന് പറയുന്നത് മനസ്സ് തൊടുത്തുവിടുന്ന ഒന്നാണത്. മനസ്സ് തന്നെ സൂക്ഷ്മമായിരിക്കെ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന സങ്കല്പങ്ങളും സൂക്ഷ്മം തന്നെ. അതിന് സ്ഥൂലത്വം ഒരിക്കലും കൽപ്പിച്ചു കൊടുക്കരുത്. നിങ്ങൾ പ്രബുദ്ധനാകൂ, ആലോചിക്കൂ, ഉണരൂ, മനസ്സിലാക്കൂ, തത്വവിചാരം ചെയ്യൂ. വിചാരസമ്പന്നത നിങ്ങൾക്കുണ്ടാവട്ടെ. ശരീരത്തിൻ്റെ ഉള്ളിൽ കടന്നു ചെല്ലാൻ നിങ്ങൾക്കൊരു ഇന്ദ്രിയമില്ല. കണ്ണുകൊണ്ട് പറ്റില്ല, കാതുകൊണ്ട് പറ്റില്ല, മൂക്കുകൊണ്ട് പറ്റില്ല. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച്, ആന്തര വ്യക്തിത്വത്തെക്കുറിച്ച് ആലോചിച്ച് ഗുണദോഷം മനസ്സിലാക്കണമെങ്കിൽ അതിന് മനസ്സും ബുദ്ധിയും മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് അഷ്ടാവക്ര സംഹിത മുഴുവനും തത്വവിചാര നിബിഡമാണ്. അർജുനോട് കൃഷ്ണൻ സംസാരിച്ചതും തത്വവിചാരം തന്നെ. ശ്രീരാമനോട് വസിഷ്ഠദേവൻ സംസാരിച്ചതും 18 ദിവസം തത്വവിചാരമാണ്. പരീക്ഷത്തിന് ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോഴും ഓതിക്കൊടുത്തത് തത്വമാണ്. അവിടെ ഈശ്വരനും ഭക്തിയുമായിരുന്നു കൂടുതൽ കേന്ദ്രീകരണം. പക്ഷേ പറഞ്ഞത് മുഴുവൻ വാക്കുകളും ആശയങ്ങളുടെ വർദ്ധിത രൂപങ്ങളുമാണ്. ഞാനിത്തിരി വെള്ളം കുടിക്കാതെ ചിലരൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇത്തിരി കുടിച്ചു കളയാം. ചിലപ്പോൾ എനിക്ക് വേണം തോന്നുന്നില്ല, ഞാൻ എന്താ ചെയ്യുക? പ്രസ്താവന ഇതാണ്: നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു മനസ്സുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? എന്താ മിണ്ടാത്തെ? ഉണ്ടോ? ആ മനസ്സ് ശരീരത്തെ പോലെ വണ്ണവും പൊണ്ണവും ഉള്ളതാണോ? പിന്നെ എന്താ അത്? നിങ്ങൾ തന്നെ പറയുന്നത് എന്താണെന്ന്? അത് സൂക്ഷ്മമാണ്. സൂക്ഷ്മം എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്
സ്ഥൂല വസ്തുക്കളല്ല, മാറ്ററല്ല, മെറ്റീരിയലല്ല, ദ്രവ്യമല്ല, ഊർജവുമല്ല. ദ്രവ്യവും ഊർജവും രണ്ടും സ്ഥൂലമാണ്. ഒരു വയറിൽ ചാർജ്ഡായിട്ടുള്ള ഒരു വയറ് നമ്മുടെ കൈകൊണ്ട് തൊട്ടാൽ നമുക്ക് വിദ്യുത് ശക്തി ഉണ്ടെന്നറിയാം. ചൂടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചൂട് നമുക്ക് തട്ടുന്നുണ്ട്. പ്രകാശകിരണങ്ങൾ നമ്മുടെ കണ്ണിൽ ഏൽക്കുന്നുണ്ട്. ഇതൊക്കെ എനർജിയാണ്, ഊർജമാണ്. അപ്പോൾ സ്ഥൂലം പോലെ ഊർജവും സ്ഥൂലം തന്നെ, സ്ഥൂലവസ്തുക്കളിൽ പെടും. ദ്രവ്യം പോലെ ഊർജങ്ങളും സ്ഥൂലം തന്നെ. ഈ ദ്രവ്യവും ഊർജവും അല്ലാത്തതാണ് നമ്മുടെ ഉൾ വ്യക്തിത്വവും അതിൽപ്പെട്ട മനസ്സും. ആ മനസ്സ് സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മ മനസ്സിന് സ്ഥൂല വസ്തുക്കളെ എന്തിനെങ്കിലും രചിക്കാൻ പറ്റുമോ? എന്താ മിണ്ടാത്തേ? സൂക്ഷ്മ വസ്തുവിന് സ്ഥൂലത്തെ പറയാൻ പറ്റുമോ? മനുഷ്യന് മൃഗത്തിനെ പറയാൻ പറ്റുമോ? എന്താ മിണ്ടാത്തേ? അപ്പോൾ സൂക്ഷ്മമായ മനസ്സിന് എന്തെങ്കിലും രചിക്കണമെങ്കിൽ അത് സൂക്ഷ്മമേ ആവൂ. ആ സൂക്ഷ്മ രൂപത്തിലുള്ള രചനാവിശേഷമാണ് നമ്മുടെ മനസ്സിൽ എല്ലാ സമയത്തും. അങ്ങനെയുള്ള ഒരു രചന വഴിക്കാണ് നമ്മൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം എത്ര വേണമെങ്കിൽ വിസ്തൃതമാകട്ടെ, വിശാലമാകട്ടെ, ഘനഗംഭീരമാകട്ടെ, ദ്രവ്യോർജമയമാകട്ടെ, ആ പ്രപഞ്ചത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സമീപിച്ച് മനസ്സിൽ പതിപ്പിക്കുന്ന സമയത്ത് സൂക്ഷ്മ മനസ്സിൽ അത് സൂക്ഷ്മ പ്രതിച്ഛായ മാത്രമായി തീരുന്നു. ആ സൂക്ഷ്മമായ പ്രതിഫലനത്തെയും പ്രതിച്ഛായകളെയുമാണ് നാം അനുഭവിക്കുന്നത്. അപ്പം മനസ്സാണ് നമ്മുടെ അനുഭവത്തിന് അടിസ്ഥാനം എന്നുണ്ടെങ്കിൽ, മനസ്സാണ് എല്ലാ അനുഭവങ്ങൾക്കും അടിസ്ഥാനം, കേന്ദ്രീകരണം എന്നുണ്ടെങ്കിൽ, ആ മനസ്സ് സൂക്ഷ്മമായതാൽ നമ്മുടെ അനുഭവങ്ങൾ മുഴുവനും സൂക്ഷ്മമാണെന്ന് നിശ്ചയിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ? എന്താ മിണ്ടാതെ? ഒന്ന് പറയണപ്പാ. ഇനി എന്തു വേണം? കാര്യം മനസ്സിലായില്ലേ ഇപ്പോൾ? അതാണ് വസിഷ്ഠ മഹർഷി ശ്രീരാമനോട് പറയുന്ന സമയത്ത്, ആ ഉപശമ പ്രകരണത്തിലാണ്. നിങ്ങൾക്കവിടെ മനഃപ്രശാന്തത എന്നൊരു പുസ്തകം ഇത്തവണ റിലീസ് ചെയ്തുല്ലോ. ആ മനഃപ്രശാന്തത, ആ പ്രശാന്തതയിൽ കാണാം ഉപശമ പ്രകരണം. മനസ്സിനെ ശാന്തമാക്കാൻ എന്തു വേണം, എങ്ങനെ ചിന്തിക്കണം എന്നുള്ള വിചാരധാര മുഴുവൻ അതിലുണ്ട്. അത് വായിച്ചു നോക്കൂ. അതിലുള്ള ഒരു ശ്ലോകമാണ് പറയുന്നത്: സങ്കൽപ്പജാലകലനൈവ ജഗത് സമഗ്രം സങ്കൽപ്പജാലകലനാത്തു മനോവിലാസഃ സങ്കൽപ്പജാലമലമുത്സൃജ നിർവികൽപ്പം ആശ്രിത്യ നിശ്ചയമവാപ്നുഹി രാമ ശാന്തിം. നിങ്ങളുടെ മനസ്സെൻ്റെ കൂടെ ഒന്ന് വരട്ടെ. എവിടേക്ക്? അയോധ്യ രാജധാനിയിൽ, ത്രേതായുഗത്തിലുള്ള അയോധ്യ രാജധാനിയിൽ. ഇക്ഷ്വാകുവിൽ നിന്ന് തുടങ്ങി രഘു, അജൻ മുതലായിട്ടുള്ള മഹാത്മാക്കളായ രാജാക്കന്മാർ ഭരിച്ചു പോകുന്ന രാജ്യമാണ് നമ്മുടേത്. ഇതിൽ 2 തരത്തിലുള്ള വംശങ്ങളാണ് പ്രസിദ്ധം. ഒന്ന് സൂര്യവംശം, അതാണ് ശ്രീരാമൻ്റേത്. പിന്നെ ഒന്ന് ചന്ദ്രവംശം, അവിടെയാണ് ഭീഷ്മപ്രഭൃതികളെല്ലാവരും ഉള്ളത്, പഞ്ചപാണ്ഡവന്മാർ. രാജവംശം ഒരിക്കലും നിലനിന്നിട്ടില്ല. ഇവിടെ എന്നും തുടരുന്നത് ഉണ്ടെങ്കിൽ തന്നെ ഋഷി പരമ്പരയാണ്. എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. ഒരു തറവാടും തുടരില്ല. കുറച്ച് കഴിഞ്ഞാൽ പോകും, ഇല്ലാതെയാകും. എല്ലാ തറവാടുകളും ശരീരത്തിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളെ ചൊല്ലി ഉണ്ടാവുന്നതാണ്. അതായത് സ്ഥൂല ശരീരത്തിൽ നിന്നുണ്ടാവുന്ന സ്ഥൂല സന്താനങ്ങളെ ചൊല്ലി ഉണ്ടാവുന്ന പരമ്പരയാണ് ഈ തറവാടുകളെല്ലാം തന്നെ. അതേസമയം ഋഷിമാരുടെ വംശം മാനസപുത്രന്മാരും മാനസ സന്താനങ്ങളുമാണ് അവർക്ക്. അവർ രക്തബന്ധത്തെയും വിവാഹബന്ധത്തെയും ഉപേക്ഷിച്ച് ജീവിക്കുന്നു. ആ ഉപേക്ഷയ്ക്ക് ശേഷം പലരും അവരുടെ പന്ഥാവിൽ വന്നു കൂടുന്നു. അങ്ങനെ ഒരു പ്രത്യേക ദീക്ഷയും സംക്രമണവുമെല്ലാമായി വിശേഷപ്പെട്ട് നിലനിൽക്കുന്നതാണ് ഋഷിഗോത്രം. ഇന്ന് നിങ്ങൾക്ക് കാണാം എത്രയോ ഗോത്രങ്ങളുണ്ട്. ഭാരദ്വാജ ഗോത്രം, കശ്യപഗോത്രം, കൗണ്ഡിന്യഗോത്രം, കൗശികഗോത്രം, വസിഷ്ഠഗോത്രം,
വിശ്വാമിത്ര ഗോത്രം, ഇങ്ങനെ എത്രയോ ഗോത്രങ്ങളുണ്ട്. അതിന് ഒരു നാശവും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ രഘുവംശമില്ലാതെയായി, പാണ്ഡവന്മാരുടെ വംശവും ഇന്നില്ല. ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആലോചിക്കുന്നവർ ആലോചിച്ച് മനസ്സിലാക്കൂ. The Rishi Parampara never becomes extinct. On the other hand, the biological heredity certainly comes to an end and it becomes totally extinct. ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ഉൾപ്രഭാവത്തിൻ്റെ മഹിമ. അപ്പോൾ ആ 16 വയസ്സുള്ള ശ്രീരാമൻ അയോധ്യ രാജധാനിയിൽ പുകഴ്പെറ്റ ഇക്ഷ്വാകു വംശത്തിൽ ദശരഥൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 16 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീരാമൻ അസ്ത്രശസ്ത്ര വിദ്യ അഭ്യസിച്ചതിന് ശേഷം അച്ഛൻ്റെ അനുവാദത്തോടുകൂടി ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. തീർത്ഥയാത്രയുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞ മാതിരി ജനങ്ങളെ കണ്ട് സംസാരിക്കണം എന്നൊക്കെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെ മനസ്സിലാക്കി തിരിച്ചു വന്നപ്പോൾ രാമൻ്റെ മുഖവും സമ്പ്രദായവും ആകെ മാറി. പോയത് ഉത്സാഹഭരിതനായ ശ്രീരാമനാണ്, തിരിച്ചു വന്നതോ മൗഢ്യമഗ്നനായിരിക്കുന്ന ശ്രീരാമനാണ്. അച്ഛനെപ്പോലും പോയി കാണാനോ വന്ദിക്കാനോ നമസ്കരിക്കാനോ തോന്നുന്നില്ല, കാലത്തെണീറ്റ് കുളിക്കാൻ തോന്നണില്ല, ഊക്ക് കഴിക്കാൻ തോന്നണില്ല, സന്ധ്യാവന്ദനാദികൾ. ഭക്ഷണത്തിന് രുചിയില്ല, വേണ്ടാന്ന് പറയുന്നു, മിണ്ടുന്നില്ല, ആരും ചെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയുമില്ല. ചിത്രത്തിൽ എഴുതിയ ഒരു രാമനെ പോലെയാണ് ഇപ്പം തന്നെ ഇരിപ്പ്. ആ സമയത്താണ് വിശ്വാമിത്രൻ രാമനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതും. ആദ്യം എല്ലാം സമ്മതിച്ച് പിന്നെ രാമൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിലുണ്ണിയാണ്, പോയാൽ എൻ്റെ പ്രാണം പോവും, ഞാൻ പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി അടുത്തുള്ളായതുകൊണ്ട്, മഹാരാജാവേ ഇങ്ങനെ സംസാരിക്കരുത്, വന്നിരിക്കുന്നത് വിശ്വാമിത്ര മഹർഷിയാണ്. അദ്ദേഹം മുൻപ് പൂർവാശ്രമത്തിൽ ക്ഷത്രിയനായിരുന്നു. ഇതേവരെ കുട്ടികൾ അങ്ങയുടെ പരിരക്ഷണത്തിൽ കഴിഞ്ഞു. അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ ഒരുവിധം കിട്ടിക്കഴിഞ്ഞു. അവർക്ക് പ്രായമൂപ്പ് വന്നിരിക്കുകയാണ്. ഇനി മഹർഷിമാരുടെ ശിക്ഷണത്തിൽ കുറച്ചു കാലം വളർന്നാൽ അത് മകുട ചൂടാമണിയേ ആവുള്ളൂ ശ്രീരാമനും ലക്ഷ്മണനും. അതുകൊണ്ട് സന്ദേഹമില്ലാതെ പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് രാമൻ്റെ സ്ഥിതി ഇതാണ്, ഞാൻ വിളിച്ചാൽ പോലും വരില്ല, എന്നോട് മിണ്ടുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ വസിഷ്ഠർക്ക് തോന്നി, ഇതാണോ കാര്യം, ഞാൻ മനസ്സിലാക്കട്ടെ. ഇങ്ങനെ ഒരു മഗ്നത, ഒരു ദുഃഖമഗ്നത ശ്രീരാമനെ പിടിപെട്ടതിൻ്റെ മുൻപിൽ നടന്ന സംഭവം എന്താണ്? അപ്പോഴാണ് തീർത്ഥയാത്രയ്ക്ക് പോയിയെന്നും വന്നതിന് ശേഷമാണ് ഈ മൗഢ്യെന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇത് നിങ്ങൾക്ക് ചികിത്സിക്കാനുള്ളതല്ല, അച്ഛനമ്മമാർക്ക്. ഈ വന്നിരിക്കുന്ന മൗഢ്യത്തിന് പ്രതിവിധി എന്നെപ്പോലെയുള്ള തപോധനന്മാരുടെ കയ്യിലാണ്. അതുകൊണ്ട് രാമനെ വരാൻ പറയൂ എന്ന് പറഞ്ഞു. രാമൻ വന്നു. വന്നിട്ട് എന്താ രാമ നിനക്കുള്ള വിഷമം എന്ന് ചോദിച്ചതിൽ, യോഗവാസിഷ്ഠ രാമായണത്തിൽ 32,000 ശ്ലോകങ്ങളാണ്. അതിൽ വൈരാഗ്യ മുമുക്ഷു പ്രകരണം എന്നൊരു പ്രകരണമാണ് ആദ്യത്തേത്. ലോകത്തിൽ താൻ കണ്ടതും ലോകാനുഭവങ്ങളും ലോകരുടെ പ്രവർത്തന സ്വഭാവവും അതിലുള്ള വൈവിധ്യവും സങ്കീർണതയും ജടിലതയും കുടിലതയും എല്ലാം വിവരിച്ചുകൊണ്ട് ഒരു വലിയ വിവരണമാണ് ശ്രീരാമൻ നൽകുന്നത്. അത് കേട്ട് അവസാനം രാമൻ പറഞ്ഞതെന്താണെന്നറിയോ നിങ്ങൾക്ക്? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു മഹർഷയെ. എൻ്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ്, അതിന് വിശ്രമമില്ല, ശാന്തിയില്ല, തണുപ്പില്ല, കുളിരില്ല. ഇങ്ങനെ ഒരു സ്ഥിതിയിൽ എനിക്ക് കഴിഞ്ഞുകൂടാൻ പറ്റില്ല എന്ന് അങ്ങയ്ക്ക് അറിയാമല്ലോ. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആലോചിച്ചോളൂ. ഇങ്ങനെയുള്ള സ്ഥിതി, ദുസ്ഥിതി, സങ്കടസ്ഥിതി മുൻകാലത്ത് ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങയ്ക്ക് അറിയാമോ? ആ അനുഭവത്തിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടായിരുന്നുവോ? ആ പ്രതിവിധി ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ? അത് കേട്ട ആൾക്ക് അത് പ്രയോഗിക്കാൻ പറ്റിയോ? പ്രയോഗിച്ച് അതിന് തക്ക സമാധാനവും പരിഹാരവും ഉണ്ടായോ? അത് അങ്ങയ്ക്ക് അറിയാമോ? എനിക്ക് പറഞ്ഞു തരാമോ? പറഞ്ഞു തന്നാൽ എനിക്ക് പ്രയോഗിച്ച് ശാന്തി ഉണ്ടാവാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് അങ്ങയുടെ മറുപടി ഇല്ല എന്നാണെങ്കിൽ, നഭോക്ഷ്യേന പിബാമ്യംബു നാഥപരിദധേംബരം കരോമിനാഹം വ്യാപാരം സ്നാനദാനാശനാധികം. ഞാൻ ഊണ് കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, വസ്ത്രം ധരിക്കില്ല, കുളിക്കില്ല.
ഇരുന്ന പാട്ടിലിരുന്ന് എൻ്റെ ശരീരം പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുകയുള്ളൂ. ചിത്രത്തിൽ എഴുതിയ ഒരു രാമനെ ആവും നിങ്ങൾ ഈ നിമിഷം മുതൽ കാണുന്നത് എന്നിങ്ങനെ പറഞ്ഞു നിർത്തി. വാൽമീകി മഹർഷി എത്ര സുന്ദരമായിട്ട് ആ ഇരിപ്പിനെ വർണ്ണിക്കണേന്ന് അറിയോ നിങ്ങൾക്ക്? കേൾക്കണോ? എന്താ ആരും മിണ്ടാതെ? ഞാൻ മാത്രമേ കേൾക്കാണ്ടാവുള്ളൂ. ഇത്യുക്തവാൻ അമലശീതകരാഭിരാമോ രാമോ മഹത്തര വിചാര വികാശി ചേതാ തൂഷ്ണീം ബഭൂവ പുരതാം മഹതാം ഘനാനാം കേകാരവശ്രമവശാദിവ നീലകണ്ഠ. എനിക്ക് ഈ ശ്ലോകങ്ങളൊക്കെ എത്ര ഇഷ്ടമാണെന്നറിയോ? എന്നെപ്പോലെ നിങ്ങളും ഇത് ഇഷ്ടപ്പെടണം. ഈ സങ്കടം എന്നൊന്നും പറയണത് മനസ്സിലുണ്ടാവില്ല, അത് വിചാരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ഈ ശ്ലോകങ്ങൾ ഒരു 10-50 പഠിക്കൂ, എപ്പോഴും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാം. ഇത്യുക്തവാൻ അമലശീതകരാഭിരാമോ. ഈ ശ്രീരാമൻ സുന്ദരനായിരുന്നു. പൂർണ്ണചന്ദ്രൻ നോക്കിയിരിക്കാൻ എത്രത്തോളം ആകർഷകമാണോ അതേമാതിരി ശ്രീരാമൻ്റെ വ്യക്തിത്വം വളരെ വിശേഷപ്പെട്ടതാണ്. ശുകമഹർഷിയെ പറ്റി ശ്രീമദ് ഭാഗവതം വിവരിക്കുന്നുണ്ട്. പരീക്ഷിത്ത് പ്രായോപവേശത്തിൽ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞ് ദർഭ വിരിച്ചും ഭാഗീരഥി തീരത്തിൽ കിഴക്കോട്ട് നോക്കി അങ്ങോട്ട് ഇരുന്നപ്പോൾ എന്താ അത് സ്ഥിതിയപ്പാ? പ്രായോപവേശം എന്ന് ജനങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഇതാ നമ്മുടെ മുൻപിൽ വലിയ ഒരു ചക്രവർത്തി പ്രായോപവിഷ്ടനാണ് ഭാഗീരഥി തീരത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എമ്പാട് നിന്നും ഓടി അവിടെ വന്നു കാണാൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മളൊരു ആത്മതത്വ സമീക്ഷ നടക്കുമ്പോൾ അവിടെ വരണമെന്ന് മനുഷ്യർക്ക് തോന്നണില്ല. എങ്ങനെയുണ്ട്? ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു മഹത് കാര്യം നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ അവിടെ ചെന്നുപെടണം. നമ്മുടെ പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ ആനപ്പുറത്ത് കയറി പെരുമ്പറയടിച്ച് ദാ ഒന്ന് നടക്കാൻ പോണു, എല്ലാവരും വരെന്ന് പറഞ്ഞ് ക്ഷണിക്കണം എന്നാണ് പറയണത്. ഇങ്ങനെയുള്ള പുണ്യാനുഷ്ഠാനങ്ങൾ എന്തെങ്കിലും നടക്കുമ്പോൾ അവിടെ വരണം. എല്ലാവരും വന്നു. പരീക്ഷിത്ത് ഇരിപ്പായി. അദ്ദേഹം പ്രായോപവിഷ്ടനാണ്. ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. 7 ദിവസം 6 ദിവസം നമുക്ക് മുൻപോട്ട് പോകാനുണ്ട്. 7-ാം ദിവസമാണ് തക്ഷകൻ വന്ന് കടിക്കാൻ പോണത്. ആ 7 ദിവസം എങ്ങനെ കഴിഞ്ഞുകൂടും? തൻ്റെ വിശപ്പും ദാഹവും ഒന്നും തോന്നാതെ ഇരിക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ വന്നവരോട് പറഞ്ഞു. അവരെല്ലാവരും അഭിനന്ദിച്ചപ്പോൾ നിങ്ങളുടെ അഭിനന്ദനം ഞാൻ സ്വീകരിക്കണു നമ്രശിരസ്കനായി. പക്ഷേ ഈ അഭിനന്ദനം അർത്ഥവത്താകണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ എൻ്റെ കർണപുടങ്ങളെ നിങ്ങളുടെ തത്വപ്രവചനം കൊണ്ട് നിറയ്ക്കണം. എനിക്ക് കേൾക്കാൻ ഇമ്പം തോന്നണം, ആലോചിക്കാൻ വക നൽകണം. അങ്ങനെ ആലോചനയും ശ്രവണവുമായി എന്നെ മുക്കണം നിങ്ങളുടെ തത്വപ്രവചനത്തിൽ. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അഭിനന്ദനം അന്വർത്ഥമാകൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അധികം സമയം കഴിഞ്ഞില്ല. 16 വയസ്സുള്ള ആ ശുകമുനി ആ സദസ്സിലേക്ക് ആരും വിളിക്കാതെ ക്ഷണിക്കാതെ വന്നുകൂടി. ശമീക മഹർഷിയുടെ കുടീരത്തിൽ ദാഹിച്ച് വെള്ളം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ചെന്നപ്പോൾ വെള്ളം അദ്ദേഹത്തിന് കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല. ശമീക മഹർഷി കണ്ണടച്ച് ധ്യാനമഗ്നനായിരിക്കുകയാണ്. അപ്പോൾ ആ വയറ്റിലുണ്ടായ ദാഹം മനസ്സിനെ ആക്രമിച്ച് കീഴടക്കി. ആ മഹാമനസ്കൻ്റെ, ആരുടെ? പരീക്ഷിത്തിൻ്റെ. എത്രയോ അശ്വമേധ മഹായാഗങ്ങൾ നടത്തി പുണ്യശീലനായിട്ടുള്ളവനാണ് പരീക്ഷിത്ത് മഹാരാജാവ്. പ്രായം കൊണ്ടും പുണ്യം കൊണ്ടും കെങ്കേമനാണ്. പക്ഷേ ആനയ്ക്കും അടിതെറ്റും. തെറ്റി അന്ന് പരീക്ഷത്തിന് അടി. കോപിച്ചു. തൻ്റെ ശരീരം ജനിപ്പിച്ച ആ ദാഹമുണ്ടല്ലോ, ആ മനസ്സിലുള്ള സൗമ്യശീലതയെ മുഴുവൻ അട്ടിമറിച്ച് കോപിഷ്ഠനായി. ഞാൻ രാജാവാണ്, എൻ്റെ പ്രജാപാലനം വേണ്ടതുപോലെ നടക്കുമ്പോൾ മാത്രമേ ഈ തപസ്വികൾക്ക് വേണ്ടതുപോലെ തപസ് ചെയ്യാൻ കൂടി പറ്റൂ. ഞാൻ വെള്ളം ദാഹിച്ച്
ഒരു വായ വെള്ളം കിട്ടുമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അത് തരാൻ ഇവിടെ ആരില്ല. എന്താണിത് കഥ? അദ്ദേഹം ധ്യാനിച്ചിരിക്കുക. ഈ ധ്യാനം വാസ്തവത്തിൽ ശരിയാണോ അതോ വെറുതെ കണ്ണടച്ച് ഇരിക്കുകയാണോ? അത് പരിശോധിക്കാൻ മഹാരാജാവ് അതോ വേറെ തപസ്വികളോ? ഇങ്ങനെ ആലോചിച്ച് കോപത്തോടു കൂടി പുറത്തു ചെന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഓ, കൊണ്ടു ചെന്നപ്പോൾ നോക്കൂ, ആ അചിന്ത്യ വൈഭവം അവിടെ ഒരു ചെത്ത പാമ്പിൻ്റെ ജഡം കിടത്തിയിരിക്കുന്നു. ഉടനെ രാജാവ് അത് കണ്ടു. ദേഷ്യം കയ്യിലുണ്ട്. വില്ലിൻ്റെ തുമ്പിലത് കോർത്തെടുത്ത് കൊണ്ടുവന്ന് തിരിച്ചു വന്ന് മഹർഷിയുടെ കഴുത്തിലിട്ടു. ആ കോപത്തിന് ഉജ്ജ്വലമാക്കാൻ വേണ്ടി പ്രോവിഡൻസ്, ആ അചിന്ത്യ വൈഭവം ദിഷ്ടം എങ്ങനെ പരിശ്രമിച്ചുവോ അതേ ദിഷ്ടം ഇവിടെ ഇതാ കരുണാഹസ്തങ്ങളാണ് നീട്ടിക്കൊടുത്തത്. ക്ഷണിക്കാതെ തന്നെ ശുഗമഹർഷിയെ കൊണ്ടുവന്ന് നിർത്തി അവിടെ. അദ്ദേഹം വന്നതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി. ആ ശുഗമഹർഷിയുടെ അഴകും വടിവും ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ വളരെ സുന്ദരമായി വർണ്ണിക്കുന്നു. പലരും നിങ്ങൾ വായിച്ചു കാണും. ഒന്നുകൂടി വായിച്ചു നോക്കൂ ഈ വീക്ഷണത്തോടു കൂടി. ആ ദിഷ്ടത്തിൻ്റെ അവതാരമായിരുന്നു അത്. അതാത് കാലത്ത് വേണ്ടതുപോലെ നന്മയ്ക്കാണെങ്കിൽ നന്മയ്ക്ക്, തിന്മയ്ക്കാണെങ്കിൽ തിന്മയ്ക്ക്. ലോകത്തിൽ തിന്മ എന്തുകൊണ്ട് വളരണമെന്ന് നിങ്ങൾ ചോദിക്കാം. തിന്മ ആര് ചെയ്യുന്നവരുണ്ടോ അവരെ പ്രോവിഡൻസ് നമ്മുടെ ദൈവം സഹായിക്കും. സഹായിച്ച ആ ആളുടെ തിന്മ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ കൂട്ടി മുകളിലേക്ക് എത്തിച്ചിട്ട് അവിടുന്ന് ഠാപ്പ് ഇതൊന്നും അങ്ങോട്ട് ഇടും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഓ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തുകൊണ്ട് തിന്മ വർദ്ധിക്കണമെന്ന് പറയരുത്. നമ്മുടെ രാജ്യത്തിൽ ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഇല്ലാതാക്കണം എന്ന് പറയുന്നുണ്ട്. എനിക്കിപ്പോഴും സംശയം തോന്നുന്നു. കറപ്ഷൻ വേണമോ വേണ്ടയോ എന്നൊരു പ്ലെബിസൈറ്റ് നടത്തിയാൽ വേണമെന്നുള്ളതിനാണ് വോട്ട് കൂടുതൽ കിട്ടുക എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ, എല്ലാവരും യത്കിഞ്ചത് കൊടുത്തിട്ട് കാര്യം നടത്താനുള്ളവരാണ്. മറ്റത് കുറേ സമയം പിടിക്കും, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മനസ്സിലും കറപ്ഷൻ പാടില്ല എന്ന് തോന്നിത്തുടങ്ങിയാൽ ഈ കറപ്ഷൻ 10 ദിവസം കൊണ്ട് നിൽക്കും. അപ്പോൾ ദുഷ്ടത വളർന്നത് പോരാ. അതുകൊണ്ടാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്. ദുഷ്ടത നാമ്പ് വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ശിഷ്ടന്മാരുടെ എതിർപ്പില്ലാത്തത് കൊണ്ട്. ശിഷ്ടന്മാരുടെ എതിർപ്പില്ലായ്മയാണ്. ശ്രീകൃഷ്ണൻ്റെ അവതരണം എന്തിനാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. മധുരയെ ആക്രമിച്ചു ജരാസന്ധൻ. 21 അക്ഷൗഹിണി സേനയോട് കൂടിയിട്ടാണ് വന്ന് ആക്രമിച്ചത്. ആ ആദ്യത്തെ ആക്രമണത്തിൽ എല്ലാ സേനയെയും കൊന്നൊടുക്കി അവസാനം ബലരാമൻ കടന്നു പിടിച്ചു ആരെ? ജരാസന്ധനെ. തൻ്റെ ഹരം കൊണ്ട് അടിച്ചു കൊല്ലാൻ പുറപ്പെട്ടപ്പോൾ കൃഷ്ണൻ ചെന്ന് ചേട്ടാ അരുത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അരുതെന്ന് പറഞ്ഞ് പിടിച്ചു. എന്താ നീ അരുതെന്ന് പറയണേ? ഈ ജരാസന്ധനെ വിട്ടേക്കൂ, അവൻ പോവും. ആദ്യ 21 അക്ഷൗഹിണി സേനയായിട്ട് തിരിച്ചു വരും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. അങ്ങനെ എത്ര തവണയാണ് മധുരയെ ആക്രമിക്കാൻ 21 അക്ഷൗഹിണിയോടുകൂടി വന്നത്? ഞാൻ കണക്കാക്കി നോക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃഷ്ണൻ 15 കോടി ജനങ്ങളെ വകവരുത്തിയിട്ടുണ്ട്. ആരെ? ക്ഷത്രിയന്മാരെ. ശത്രുക്കളായി നിന്ന് പടപൊരുതാൻ വന്നവരെ കൊന്നിട്ടുള്ളൂ, വേറെ ഒരാളെയും കൊന്നിട്ടില്ല. ശത്രുക്കളെ തന്നെ കൊല്ലാനോ കൊല്ലപ്പെട്ട് മരിക്കാനോ തയ്യാറായി വന്നവരെ മാത്രമേ യുദ്ധം ചെയ്ത് നശിപ്പിച്ചിട്ടുള്ളൂ, അല്ലാത്തവരെ നശിപ്പിച്ചിട്ടില്ല. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. 15 കോടി ജനങ്ങളാണ് അന്ന് ഇല്ലാതെയായിരിക്കുന്നത്. ഈ ആൾ പോയിട്ട് 17 തവണ 23 അക്ഷൗഹിണിയോടുകൂടി വന്ന് ഈ ജരാസന്ധൻ്റെ സ്ഥാനത്ത് വേറെ ഒരു ധർമ്മിഷ്ഠൻ വിചാരിച്ചാൽ പറ്റുമോ? യുധിഷ്ഠിരന് എത്ര ആൾ വന്നു? 7 അക്ഷൗഹിണി. ദുര്യോധനന് കിട്ടിയതോ 11. കേൾക്കണുണ്ടോ നിങ്ങൾ? 11 അക്ഷൗഹിണി ദുര്യോധനെ തുണച്ചു. ഇന്നും അതുപോലെയായിരിക്കും നമ്മുടെ രാജ്യത്തിൽ പ്രൊപ്പോർഷൻ, അനുപാതം എന്നാണ് എനിക്ക് തോന്നുന്നത്. ധർമ്മത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരിന്നും കുറവാണ്, അധർമ്മത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരാവും കൂടുതൽ. ഈ സ്ഥിതിവിശേഷം മാറി കിട്ടണമെങ്കിൽ ഈ ദുഷ്ടത പെരുകിയേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പരീക്ഷത്തിന് തക്കതായ ഒരു ഉണർവുണ്ടാക്കണം. അദ്ദേഹം ചെയ്ത അശ്വമേധ മഹായാഗങ്ങൾക്കെല്ലാം സാഫല്യം വരണം എന്ന് വിചാരിച്ച് ഒരു പുണ്യാവസരത്തിന് വേണ്ടി ഒരു പക്ഷേ ഈ ചെയ്യിച്ചതാവാം ഈ പാപം. അത് കഴിഞ്ഞ് പ്രായോപവേശമെടുത്ത്
ഭാഗീരഥി തീരത്ത് ഇരിപ്പുറച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ആ കർണാമൃതം കൊടുക്കാൻ അവിടെയുള്ളവർക്ക് ആർക്കും ത്രാണിയില്ല. അതുകൊണ്ടാണ് വേദവ്യാസൻ്റെ പുത്രനായ ശുകമഹർഷി അവിടെ സ്വയം ക്ഷണിക്കാതെ എഴുന്നള്ളിയത്. കണ്ടുടനെ മഹാരാജാവ് അദ്ദേഹത്തിന് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് സ്ഥാനത്തിരുത്തി പറയൂ എന്ന് പറഞ്ഞ് ആ 16 വയസ്സായ കുട്ടിയാണ് ശ്രീമദ് ഭാഗവതം മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചത്. അത് എത്രത്തോളം ഫലവത്തായി എന്ന് ചോദിച്ചാൽ 6 ദിവസം കഴിഞ്ഞു. ഏഴാമത്തെ ദിവസമായി ഏതാണ്ട് പകുതി സമയം പരീക്ഷത്തിന് സർവ്വതും കിട്ടിക്കഴിഞ്ഞു. തനിക്ക് ഈ ലോകത്തിലൊന്നും ചെയ്യാനോ ചെയ്യാതിരിക്കാനോ കൊടുക്കാനോ വാങ്ങാനോ ഇല്ല. ശുകമഹർഷി പറഞ്ഞത് മുഴുവൻ ഉൾക്കൊണ്ടു. പാല് വെള്ളത്തിലൊഴിച്ചാൽ എന്നതുപോലെ ആ വാക്കുകൾ മുഴുവനും മനസ്സിൻ്റെ ഘടനയെ മാറ്റി, ബുദ്ധിയുടെ ഗുണത്തിനെ മാറ്റി. അന്തരാത്മാവിൻ്റെ പ്രഭാവം ഉണർന്നു, സാക്ഷാത്കരിച്ചു. ഈ പ്രപഞ്ചം മുഴുവനും നിഴലിക്കുന്നത് അഷ്ടാവക്രൻ പറയുന്നത് പോലെ തൻ്റെ മനസ്സിലാണ്. ഇവിടെ സങ്കല്പങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് മനസ്സിലായി. ഞാനിതാ എൻ്റെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കണു ലോകവസ്തുക്കളിൽ നിന്ന്. മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നു, ബുദ്ധിയെ മനസ്സിൽ നിന്ന് പിൻവലിക്കുന്നു. അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ അമർന്ന് ലയിച്ച് ഉപവിഷ്ടനാകുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് എല്ലാം വിട്ട് ഇരുന്നു. തക്ഷകൻ വന്നു, കടിച്ചു. കടിത്തീയിൽ നിന്ന് ഉയർന്ന അഗ്നിയിൽ, തീജ്വാലയിൽ ശരീരം ഭസ്മമായി. പക്ഷേ പരീക്ഷത്തില്ല അവിടെ ഇത് മുഴുവൻ അറിയാനോ ഉണരാനോ. കാണികളാണ് പറഞ്ഞ് മനസ്സിലാക്കിയത് ഇങ്ങനെ ഉണ്ടായി എന്ന്. 16 വയസ്സുള്ള കുട്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമേ ജ്ഞാനവൃദ്ധൻ എന്നൊരു സങ്കല്പമുള്ളൂ. മറ്റതൊക്കെ വയോവൃദ്ധന്മാരാ. അറിവ് കൊണ്ടുണ്ട് ഒരു വാർദ്ധക്യം, ഒരു പാരമ്യത. അറിവ് കൊണ്ടുണ്ട് ഒരു മൂപ്പ്. അത് വയസ്സിനെ കാത്തിരിക്കില്ല. 80 വയസ്സായാലും തെങ്ങോളം പോന്നാൽ ഈർക്കലിയോളം കാതൽ വേണമെന്ന് പറയും. ഈർക്കലിയോളം കാതൽ വരാത്ത തെങ്ങുകൾ ധാരാളമുണ്ട്. തെങ്ങിന് കാതലേ ഇല്ല. ഇതാണ് നമ്മുടെ സ്ഥിതി. ആ 16 വയസ്സായ കുട്ടി ശ്രീരാമനെ വസിഷ്ഠൻ വിളിച്ചു. പറയാനുള്ളത് പറയാമെന്ന് പറഞ്ഞു. ഇത്യുക്തവാൻ അമലശീതകരാഭിരാമോ. എന്തിനാ ഞാനിത് പറഞ്ഞ്? അതിസുന്ദരനായിരുന്നു ശ്രീരാമൻ. കണ്ടാൽ പൂർണ്ണചന്ദ്രനെ നോക്കുന്നത് പോലെയാണ്. ആ സുന്ദര മുഖത്തിൽ നിന്ന് എക്കാലത്തും ലോകത്തിന് അമൃതൊരിയുന്ന ഈ വൈരാഗ്യപ്രകരണം, മുമുക്ഷുപ്രകരണം, ജഗദ്ദോഷ പ്രകാശം ഇതൊക്കെ വെളിപ്പെടുത്തിയതിന് ശേഷം രാമൻ ക്ഷീണിച്ച് ഇരിപ്പായി. ഏതുപോലെ ഇരുണ്ട മേഘങ്ങൾ ആകാശത്തിൽ വന്നു കൂടിയാൽ മയിലതിൻ്റെ നൃത്തം തുടങ്ങും, കേകാരവം തുടങ്ങും. കേകാരവത്തോടുകൂടി ആ ഇരുണ്ട മേഘങ്ങളെ കണ്ട് അങ്ങനെ ആടി ക്ഷീണിച്ച് ആ മയിൽപ്പീലി ചുരുട്ടി അവിടെ ചുരുക്കി അത് നിൽക്കും. അതേപോലെ ശ്രീരാമൻ അവസാനിപ്പിച്ച് അവിടെ നിന്നു. ഏതുപോലെ മയിലിൻ്റെ മുമ്പിൽ ഇരുണ്ട മേഘങ്ങളാണെങ്കിൽ ശ്രീരാമൻ്റെ മുമ്പിൽ ഘനഗംഭീരരായ മഹർഷിമാരാണ്. മഹതാം ഘനാനാം. ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട് ആത്മജ്ഞാന ഗാംഭീര്യം. ആർക്ക് എത്രയുണ്ട്, ആരെ അതിശയിക്കും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു നിലയിൽ അവിടെ ഇങ്ങോട്ട് ഇരുന്നപ്പോൾ ഇനി ഉണ്ടാവേണ്ടത് എന്താ? മയിൽപ്പീലി ചുരുക്കി കേകാരവം നിർത്തി മയിൽ ശാന്തമാകുന്നതോടുകൂടി പെരുമഴ അങ്ങോട്ട് വിസർജിക്കും മേഘത്തിൽ നിന്ന്. അതുപോലെ ഈ മഹർഷിമാർ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ തണുപ്പിക്കേണ്ട സംസാരം. നോക്കൂ, ആ സാദൃശ്യമെല്ലാം എത്ര ഭംഗിയായിട്ട് വിവരിച്ചിരിക്കുന്നു. ഇത്യുക്തവാനമലശീതകരാഭിരാമോ രാമോ മഹത്തര വിചാര വികാശിചേതാ തൂഷ്ണീം ബഭൂവ പുരതോ മഹതാം ഘനാനാം കേകാരവശ്രമവശാദിവ നീലകണ്ഠഃ.
ഇനി അത് കേട്ട് സംസാരിക്കാനുള്ളത് ആരാ? വസിഷ്ഠ മഹർഷിയാണ്. അദ്ദേഹമാണല്ലോ വിളിച്ചത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു തുടങ്ങി. 6 പ്രകരണങ്ങളാണ് യോഗവാസിഷ്ഠ രാമായണത്തിൽ. അതിൽ ഉപശമ പ്രകരണത്തിൽ നിന്നാണ് ഈ ശ്ലോകം ഞാൻ പറയുന്നത്. സങ്കൽപ്പജാലകലനൈവ ജഗത് സമഗ്രം. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ജഗത്ത് മുഴുവനും നമ്മുടെ സങ്കല്പമാണപ്പാ. നമ്മുടെ മനസ്സിൽ ഈ ജഗത്ത് പ്രവേശിച്ചിട്ടില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? ഈ ജഗത്തിലൊരു മണ്ണ് തരി പോലും നിങ്ങളുടെ ഉൾത്തലത്തിൽ മനസ്സിൽ പ്രവേശിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ മൺതരി, പർവ്വതം, സമുദ്രം, ആകാശം, വിൺകോശങ്ങൾ, ഇതൊക്കെ നമ്മുടെ സങ്കല്പവും ഭാവനയുമല്ലേ കൂട്ടരെ? ഈ ജഗത്ത് അനന്തമാണെന്ന് ആരാ വിവരിക്കുന്നത്? ഒന്ന് പറയിൻ. മനുഷ്യൻ എങ്ങനെ വിവരിക്കുന്നു? അവൻ്റെ സ്ഥൂല ശരീരത്തിൻ്റെ മഹിമ കൊണ്ടോ, ശക്തി കൊണ്ടോ, അതോ സൂക്ഷ്മ മനസ്സിൻ്റെ പ്രഭാവം കൊണ്ടോ? എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? സൂക്ഷ്മ മനസ്സിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഈ പ്രപഞ്ചം അനന്തം എന്ന് നമ്മൾ മുദ്ര കുത്തുന്നത്. ഈ കറുപ്പ് നിറത്തിന് കറുപ്പ്, വെളുപ്പിന് വെളുപ്പ്, മഞ്ഞയെ മഞ്ഞ, കുട്ടിയെ കുട്ടിയായി, മുതിർന്നവനെ മുതിർന്നവനായി, വൃദ്ധനെ വൃദ്ധനായി, വൃക്ഷങ്ങളെ വൃക്ഷങ്ങൾ, ലതകളെ ലതകൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇതെല്ലാറ്റിനെയും വേറെ വേറെ മുദ്രകുത്തി മനുഷ്യൻ്റെ മുഖത്തിൽ നിന്ന് നിർഗളിച്ച ശബ്ദപ്രപഞ്ചമുണ്ടല്ലോ, ആ ശബ്ദപ്രപഞ്ചം ദിവ്യപ്രപഞ്ചത്തെ അതിശയിക്കുന്നതാണ്. നമ്മുടെ അക്ഷരമാലയിൽ എത്ര അക്ഷരമുണ്ട്? 51. ആ 51 അക്ഷരം ഉപയോഗിച്ച് നാം ഉണ്ടാക്കിയിട്ടുള്ള ശബ്ദതരംഗങ്ങൾ എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചത്തിന് അർത്ഥവും ആശയവും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സാണ്. അപ്പോൾ പ്രപഞ്ചം നമ്മളുണ്ടോ? അതോ ഈ പ്രപഞ്ചം മുഴുവനും സങ്കല്പമാണോ നമ്മുടെ? സങ്കല്പജാലകലനൈവ ജഗത് സമഗ്രം. ഈ ജഗത്ത് മുഴുവനും നമ്മുടെ സങ്കല്പമാണ്. അതിനെ നോക്കി നാം എന്ത് പറയുന്നു? സ്ഥൂലപ്രപഞ്ചം എന്ന് പറയുന്നു, പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു. ആ പഞ്ചഭൂതങ്ങളിൽ ഖരവസ്തുവാണ് ഭൂമി, ദ്രവമാണ് വെള്ളം, വാതമാണ് കാറ്റ്, ഊർജമാണ് അഗ്നി, ആകാശം. ഇത് രണ്ടിലും പെടാത്ത വിശേഷപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ്. ഇങ്ങനെയൊക്കെ മുദ്രകുത്തി ഈ പ്രപഞ്ചത്തിന് വ്യാഖ്യാനവും വിവരണവും നൽകുന്നതാരാ? എന്താ വരുമില്ലാത്ത ഒരു മറുപടിയെങ്കിലും പറഞ്ഞുകൂടെപ്പാ? മൃഗമാണോ ഇങ്ങനെ വിവരിക്കുന്നത്, അതോ മനുഷ്യനോ? എന്താ അത് പറയാൻ നിങ്ങൾക്ക് ഇത്ര മടി? ഈ പ്രപഞ്ചത്തിനെ കണ്ട് അർത്ഥവും അന്വയവും ഉണ്ടാക്കാൻ സാധിക്കാത്തൊരു ബുദ്ധി നമ്മുടെ കുട്ടികൾക്കുണ്ടായ ആർക്കെങ്കിലും ആ കുട്ടിയെ വേണോ? എന്താ മിണ്ടാത്തെ? അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടാവണോ? മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിശേഷമാണപ്പാ എല്ലാം. സങ്കല്പജാല കലനൈവ ജഗത് സമഗ്രം. ഈ കാണുന്ന ജഗത്ത് മുഴുവനും സങ്കല്പജാല കലനൈവ, മനസ്സിൽ നിന്ന് മാത്രം നിർഗളിക്കുന്ന സങ്കല്പങ്ങളും അതിൻ്റെ ജാലം, അതുകൊണ്ട് നെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു വലയാണ്. അതിൽ നിന്ന് പുറപ്പെടുന്നതാണ് കലനാവിശേഷം. അക്ഷരങ്ങളും ആശയങ്ങളും രൂപങ്ങളും ആകൃതികളുമെല്ലാമായി രൂപപ്പെടുന്ന പല വിധത്തിലുള്ള വസ്തുവിശേഷങ്ങൾ. സങ്കല്പജാലകലനൈവ ജഗത് സമഗ്രം സങ്കല്പജാലകലനാത്തു മനോവിലാസ. ഈ സങ്കല്പം കൊണ്ടുണ്ടാവുന്ന എന്താ ബന്ധനമാണ് നമുക്കെല്ലാവർക്കും. ഞാൻ വളരെ അപൂർവമായിട്ടൊരു കഥ പറയാറുണ്ട്, നടന്ന സംഭവമാണ്, എനിക്ക് അറിയുന്നതാണ്. ഒരു തൈരുകാരി കുഞ്ചുമ്മ ഉണ്ടായിരുന്നു. തൈരുകാരി എന്താ ഈ കുഞ്ചിയമ്മയ്ക്ക് ജോലി എന്ന് വെച്ചാൽ, കാലത്ത് ചെന്ന് തൈരൊക്കെ പലയിടങ്ങളിൽ നിന്നും കറയുള്ള സ്ഥലത്ത് നിന്ന് മേടിച്ചുകൊണ്ട് വരും. എന്നിട്ടൊരു മൺകുടത്തിൽ അത് ഒഴിക്കും. അതിനെ വള്ളി മല്ലിയൊക്കെ ആയിട്ട് പിടിച്ച് അങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, ഒരു മൂടി ഉണ്ടാവും ചിരട്ട കൊണ്ട്. ആ തൈരൊക്കെ മേടിച്ച് തലയിലിങ്ങനെ വെച്ച് കൈകൊണ്ട് പിടിക്കാതെ നടക്കും. വഴിനീളെ ആവശ്യമുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ അത് കച്ചവടമാണല്ലോ. തൈര് മേടിച്ചുകൊണ്ട് വന്നു, അധ്വാനം ഉണ്ട്, അത് കൊടുക്കും. അങ്ങനെ കൊടുത്ത് മാസങ്ങളോളമായി, കൊല്ലങ്ങളോളമായി, കുറേശ്ശെ കാശ് കിട്ടിത്തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഈ കുടം തലയിൽ വെച്ച് ഇങ്ങനെ പോവുക. അപ്പോൾ കുഞ്ചിയമ്മയുടെ മനസ്സിൽ ഒരാലോചന,
ഞാനിങ്ങനെ കുടവും കൊണ്ട് തൈര് കൊണ്ടുപോയി വിൽക്കണു, എനിക്കതിൽ ലാഭമുണ്ട്, ഈ ലാഭം തീരെ മോശമില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു പയ്യനെ മേടിക്കാം. ആ പയ്യൻ്റെ പാല് കറന്നാൽ എല്ലായിടത്തും പോയി മേടിക്കണ്ടല്ലോ. അതാദ്യം ഞാൻ ഒരു പശുവിനെ മേടിക്കും. അത് കഴിഞ്ഞാൽ താമസിയാതെ ആ കാശ് കിട്ടുമ്പോഴേക്കും ഒരെണ്ണവും കൂടി മേടിക്കും. അങ്ങനെ 2-3 പശുക്കളും നല്ല ഒരു തൊഴുത്തുമെല്ലാമായിട്ട് ഞാനങ്ങനെ നിർത്തും. പാലുമൊക്കെ കൂടുതൽ കൊടുത്തു തുടങ്ങും. അപ്പം ഞാൻ അങ്ങോട്ട് പോയി വിൽക്കണ സ്വഭാവം നിർത്തി ഇവിടുന്നേ കൊടുക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ എല്ലാവരും വന്ന് ചോദിച്ച് അവസാനം എൻ്റെ കയ്യിൽ പണമുള്ളപ്പോൾ ചിലർ വന്നിട്ട് കുറച്ച് കാശ് ചോദിക്കും. ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്നത്. കുടം താഴ്ത്ത് വീണാ പൊട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുടം തട്ടി താഴ്ത്തിട്ടതാരാ? കുഞ്ചിയമ്മയോ അതോ കുഞ്ചിയമ്മയുടെ സങ്കല്പമോ? ഇതാണ് ലോകത്തിൻ്റെ സ്ഥിതി. സങ്കല്പജാലകലനൈവ ജഗത്സമഗ്രം സങ്കല്പജാലകലനാത്തു മനോവിലാസ. ഈ സങ്കല്പം കൊണ്ട് വേണം നിങ്ങളുടെ മനസ്സ് വിലസിതമാകാൻ. ഞാൻ ഓങ്കാരം ജപിക്കൂ, ആ ജപത്തോടുകൂടി നിങ്ങളുടെ മനസ്സ് പ്രപഞ്ചത്തോളം വികസിക്കട്ടെ, ഭൂഗോളത്തോളം വികസിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ അന്വർത്ഥമായാണ് സംസാരിക്കുന്നത്. നമ്മുടെ മനസ്സിന് പുളിയങ്കുരു പോലെയാവാം, അതിന് പർവ്വതം പോലെയാകാം, സമുദ്രം പോലെയാവാം. എല്ലാവർക്കും കിണറ്റിലുള്ള ജലം പോലെയുള്ള മനസ്സാണ്. അത് വിട്ട് നിങ്ങൾക്കൊരു കുള മനസ്സുണ്ടാവണം, ഒരു തടാക മനസ്സുണ്ടാവണം, സമുദ്ര മനസ്സുണ്ടാവണം. പോരാ ആകാശ സമമുള്ള ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാവണം നിങ്ങൾ ഓരോരുത്തരും. സങ്കല്പജാലകലനാത്തു മനോവിലാസ സങ്കല്പജാലമലം. രാമ മതി സങ്കല്പിച്ചത്. ജന്മജന്മങ്ങളായി ഈ കോലാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും അതിനെ നിർത്തൂ. നിൻ്റെ ധാരണ മുഴുവനും നിൻ്റെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്നതാണ്. വിലയിരുത്തൽ മുഴുവനും മനസ്സാണതിൻ്റെ ഉടമസ്ഥൻ. മനസ്സ് തൊടുത്തുവിടാത്ത ഒന്നും തന്നെ ഇവിടെയില്ല. തനിക്കൊരു ശരീരമുണ്ട് എന്നുള്ളത് മനസ്സിൻ്റെ ബോധമാണ്, മനസ്സിൻ്റെ ഗ്രഹണമാണ്. ഏത് മനസ്സ് ഈ ശരീരം ഉണ്ടെന്ന് പറയുന്നുവോ അതേ മനസ്സ് ഈ ശരീരം ഇല്ലെന്നും ഇല്ല എന്ന് നമ്മളെ അനുഭവിപ്പിക്കുന്നു. അതിനുള്ള തെളിവാണ് മോഹാലസ്യവും ഉറക്കവും. 16 മണിക്കൂറുള്ള മനസ്സ് 16 മണിക്കൂറുള്ള ശരീരം എങ്ങനെയാണ് 8 മണിക്കൂർ ഇല്ലാതെയായതപ്പാ? ഒന്ന് മറുപടി പറയും നിങ്ങൾ എന്നോട്. 16 മണിക്കൂർ നിങ്ങളുടെ മനസ്സുണ്ട്. അതിന് എന്തൊക്കെയാ വിഷമം? അവിടെ തൂങ്ങി ഇവിടെ തൂങ്ങി, അവിടെ വേദന ഇവിടെ വേദന, 8 മണിക്കൂറോ ശരീരം തന്നെ ഇല്ല. അപ്പോൾ ഉണ്ടെന്ന് തോന്നിക്കുന്നത് ആരാ? മനസ്സ്. ഇല്ലെന്ന് തോന്നിക്കുന്നതോ അതേ മനസ്സ്. അപ്പോൾ ഈ മനസ്സിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ഈ സത്യം മനസ്സിലാക്കി സങ്കല്പജാലമലമുത്സൃജ, മതി എന്ന് പറഞ്ഞ് ഉത്സൃജ, അതിനെ വിട്ടയക്കൂ. നിർവികൽപ്പമാശ്രിത്യ. ഈ സങ്കല്പജാലത്തിൽ ഇരിക്കുന്നത് പോലെ ഒരു വിധത്തിലുമുള്ള വികല്പമില്ലാതെ സങ്കല്പത്തിനെ തന്നെ പ്രശാന്തമാക്കി ഇരിക്കുന്ന ഒരു നിലയുണ്ട്, നിർവികൽപ്പം എന്ന് പറയുന്ന സ്ഥിതി. അതിനെ ആശ്രയിച്ച് നിശ്ചയമവാപ്നുഹി രാമ ശാന്തിം. എൻ്റെ പൊന്നു രാമ, നിനക്ക് ശാന്തി കൈവരട്ടെ, നിൻ്റെ മനസ്സ് പ്രശാന്തമാകട്ടെ. സങ്കല്പമാണ് അതിലുള്ള വിക്ഷോഭം മുഴുവനും, വിക്ഷുബ്ധത മുഴുവനും ഉണ്ടാക്കുന്നത്. അതിനെ മനഃപൂർവ്വം മനസ്സിലാക്കി ഉണർന്ന് അതിൻ്റെ മോൾ സ്വാധീനം ചെലുത്തി ഈ സങ്കല്പത്തിനോട് വിട പറഞ്ഞ് നിർവികൽപ്പമാശ്രയത്ത് പരമശാന്തി കൈവരിക്കുക. നീ 16 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ, നീ പടുവൃദ്ധനല്ല. നിനക്ക് ശേഷിയും ശേമുഷിയുമുണ്ട്, സങ്കല്പശക്തിയുണ്ട്. അസ്ത്രശസ്ത്ര വിദ്യ അഭ്യസിച്ച് നിൻ്റെ അംഗോപാംഗങ്ങളെല്ലാം നല്ല ആരോഗ്യത്തിലാണ് നിൽക്കുന്നത്, എല്ലാ സ്വാധീനങ്ങളുമുണ്ട്. ഈ സമയത്ത് വേണം സങ്കല്പത്തെ ഉപശമിപ്പിക്കാൻ, പ്രശാന്തമാക്കാൻ. സങ്കല്പസംക്ഷയവശാദ്ഗലിതേതു ചിത്തേ സംസാരമോഹമിഹിക ഗലിതാ ഭവന്തി. ശുദ്ധം വിഭാതി ശരദീവ ഖമാഗതായാം ചിന്മാത്ര
ചിന്മാത്രമേകമജമാദ്യമനന്തമന്തഃ. നിങ്ങൾക്ക് ഈ ശ്ലോകം കേൾക്കാൻ പിടിക്കുന്നുണ്ടോ? ഒന്ന് പഠിക്കണപ്പാ. ഈ ശ്ലോകം ചൊല്ലിയാൽ നിങ്ങൾക്ക് നിർവികൽപ്പ സമാധി ഉണ്ടാവും, വേറെ ഒന്നും വേണ്ട. സങ്കൽപ്പ സംക്ഷയവശാത് ഗലിതേതു ചിത്തേ. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് സങ്കല്പ നിർഭരമാണ്. ആ സങ്കല്പ നിർഭരമായ മനസ്സിന് നമ്മൾ എന്തു വേണം? തത്വവിചാരം ചെയ്ത് ഈ സ്വപ്നം മുഴുവൻ നിർഗളിക്കുന്നത് നമ്മിലാണ്. ആ നിർഗളിച്ച സ്വപ്നപ്രപഞ്ചം നമ്മുടെ ശരീരത്തേക്കാൾ എത്രയോ വിപുലമാണ്, ഗംഭീരമാണ്, ഘനമാണ്, അനന്തമാണ്. അങ്ങനെ ഒരു സ്വപ്ന സൃഷ്ടി മുഴുവനും അതിൻ്റെ അന്തത്തിൽ എന്തുണ്ടാവുന്നു? ആ സൃഷ്ടിച്ച വിഷയി എന്ന് പറയുന്ന ആ വിഷയി ഒറ്റ ചുരുക്ക ഒക്കെ പോയി. അപ്പോൾ ഈ സങ്കല്പം മനസ്സിൽ നിന്ന് തൊടുത്തു വിടുന്നത് പോലെ അതിനെ ചുരുക്കി പിടിച്ച് കെട്ടാനും നമുക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടോ? എന്താ മിണ്ടാത്തേ? അത് ഉപയോഗിക്കൂ. സങ്കല്പ സംക്ഷയവശാത്. ഈ സങ്കല്പങ്ങൾക്ക് ക്ഷയം വരട്ടെ, കുറഞ്ഞ് അത് ഇല്ലാതാവട്ടെ. ഒരിടത്തിരിക്കൂ, ധ്യാനിക്കൂ. ആ ധ്യാനത്തിൽ ആദ്യമെല്ലാം മനസ്സ് ചഞ്ചലമാകും, പ്രക്ഷുബ്ധമാകും. കുറച്ച് കഴിഞ്ഞാൽ ആ പ്രക്ഷുബ്ധത മുഴുവൻ ഉപശമിച്ച് എങ്ങനെ പ്രക്ഷുബ്ധമായിരുന്നുവോ അതുപോലെ അത് പ്രശാന്തമാകും. ഗലിതേതു ചിത്തേ. ഈ മനസ്സാകെ വീണുപോകുന്ന പറയണത്. സംസാരമോഹമിഹിക ഗലിതാ ഭവന്തി. ഈ ആകാശത്തിൽ വാസ്തവത്തിൽ മേഘങ്ങൾ എപ്പോഴുമുണ്ടോ? ഇല്ല, മഴക്കാലത്തേ ഉള്ളൂ. എവിടുന്നോ വരണു. സമുദ്രത്തിൻ്റെ പരപ്പിൽ നിന്ന് നീരാവിയായി മേപ്പോട്ട് പൊങ്ങുന്നതാണ് ഈ മേഘം മുഴുവനും. അത് കാറ്റേറ്റ് പലയിടത്തും പോയി വന്നുകൊണ്ടിരിക്കുക. ഓരോ സ്ഥലത്തും ഓരോ സമയത്താകും. അങ്ങനെ വന്നിട്ടുള്ള മേഘങ്ങൾ എങ്ങനെ ഇല്ലാതെയാകുന്നുവോ, ആകാശം ശുദ്ധസരളമാകുന്നുവോ, അതേപോലെ തന്നെ ഈ സംസാരമോഹമിക ഗലിതാ ഭവന്തി. ഈ സങ്കല്പം മുഴുവനും സംസാരത്തെ ജനിപ്പിക്കുന്ന, രൂപം കൊടുക്കുന്ന സങ്കല്പം മുഴുവനും ഇല്ലാതെയായി ശുദ്ധം വിഭാതി ശരദീവഖമാഗതായാം. ശരത്കാലത്ത് ആകാശത്തിൽ മാനത്തിൽ എങ്ങനെയോ ഒരു തരത്തിലുള്ള മേഘവും വരാതെ സംശുദ്ധമായിരിക്കുന്ന ആകാശം പ്രത്യക്ഷപ്പെടുന്നത് അതുമാതിരി എൻ്റെ പൊന്നുരാമ ചിന്മാത്രമേകമജമാദ്യമനന്തമന്തഃ. നിൻ്റെ മനസ്സ് ചിത്ത് മാത്രമായി തീരും. ചിത്ത എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്. By virtue of consistent pursuit of contemplation on the one hand and truthful introspection on the other, there will come a time when the mind, which is creating a number of sankalpas one after the other, a variety of them, some of them become very dense, denser and the densest, all of them will begin to fall. And when they all fall and vacate, you will find within your body, as the sankalpas arose with all intensity at one time, now they will begin to decline, and there will be a time when they become totally extinct. ആദ്യം എങ്ങനെ പുറപ്പെട്ടുവോ അതേമാതിരി ഇപ്പോൾ ഇല്ലാതെയായി മെലിഞ്ഞ് അവസാനം സംശുദ്ധമായാൽ ശരത്കാലത്തിലെ ആകാശത്തെപ്പോലെ നിൻ്റെ ഉള്ളിൽ ചിത്ത് മാത്രമായി പരിലസിക്കും. ആ ചിത്താണ് ആദിമ വസ്തു, ആദ്യം. അതാണ് അനന്തം. അനന്തം എന്ന് പറയുന്ന മാത്ര ഇവിടെ ഭൂമിക്കില്ല, വെള്ളത്തിനില്ല, കാറ്റിനില്ല, അഗ്നിക്കില്ല. ആകാശത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകാശത്തെ നോക്കി അനന്തത അളക്കുന്നത് ആകാശത്തിന് നോക്കിക്കാണുന്ന കണ്ണിൻ്റെ സഹായത്തോടെ നമ്മുടെ മനസ്സാണ്. അനന്തത കുടികൊള്ളുന്നത് നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ അനന്തമാണെങ്കിൽ നമ്മുടെ മനസ്സാണ് അനന്തം. ആ അനന്തമാത്രയെ
ചിദ്രൂപത്തെ അത് വെളിപ്പെടുത്തും. ചിന്മാത്രമേകമജമാദ്യമനന്തമന്ത സങ്കൽപ്പസംക്ഷയവശാത് ഗലിതേതു ചിത്തേ സംസാരമോഹമിഹിക ഗലിതാ ഭവന്തി ശുദ്ധം വിഭാതി ശരദീവ ഖമാഗതായാം ചിന്മാത്രമേകമജമാദ്യം അനന്തമന്തഃ. ഇതാണ് വിശ്വരചന മുഴുവനും ഇമാജിനേഷനാണെന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ എഴുതിയത് മനസ്സിലാക്കി പോവൂ. ഇന്നെങ്കിലും പോവുമ്പോൾ ഈ ലോകം നമ്മുടെ മനസ്സിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ശരീരം ഭൂമിയുടെ മുകളിലാകാം, ലോകത്തിൻ്റെ ഉള്ളിലാകാം. ഞാൻ അതിനെപ്പറ്റി ഒരു വാക്ക് പറയുന്നില്ല. അങ്ങനെയുള്ള ശരീരം എനിക്ക് ഉണ്ടെന്ന് പറയുന്നതും ഉണരുന്നതും നമ്മുടെ ഉള്ളുണർവാണ്. ആ ഉള്ളുണർവുണ്ടല്ലോ, അതാണ് ഈ ശരീരത്തെപ്പോലെ ഈ ലോകത്തിനെ മുഴുവൻ ഗ്രഹിച്ച് ആ ലോകത്തിന് പേരും സ്വരൂപവും നൽകുന്നത്. മനസ്സാണ് എല്ലാ അസ്തിത്വത്തിനും ആശ്രയം, ഹേതു, ആധാരം, അധിഷ്ഠാനം. ഈ പ്രപഞ്ചത്തെ പേറി നടക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. ഈ മനസ്സൊരു നിധിയാണ്. അതിനെ മനസ്സിലാക്കി നിധിയാക്കി വളർത്തിയെടുത്ത് അതിൻ്റെ വൈഭവത്തിൽ അത് നുണഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ജീവിക്കണമെന്നാണ് ഈ ഭൂമാനന്ദ സ്വാമിക്ക് പറയാനുള്ളത്. അതിനുള്ള ആഹ്വാനമാണ് ഞാനിപ്പോൾ നൽകുന്നത്. ആരോ പറയണത് കേട്ടു, ആണ് എന്നോട് പറഞ്ഞത്, ഗീതാ തത്വ സമീക്ഷ നടന്നപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരിപ്പോൾ ഇല്ലയെന്ന്. എനിക്കറിയില്ല, ഞാനിവിടുന്ന് കാണുമ്പോൾ എനിക്ക് കാണാനല്ലേ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഗീത 18 കൊല്ലം കൊണ്ട് എടുത്തു. അതെടുത്തതിന് ശേഷം ശ്രോതാക്കൾക്കൊരു കയറ്റം കിട്ടണമെങ്കിൽ അത് വിട്ട് അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു ഗ്രന്ഥം വേണം എന്ന് തോന്നിയിട്ടാണ് ഈ അഷ്ടാവക്ര സംഹിത എടുത്തത്. ഓരോ അധ്യായത്തിലും ഇവിടെ പ്രതിപാദിക്കുന്നത് മനസ്സിൻ്റെ ഔന്നത്യം, ഔത്കൃഷ്ട്യം, ഉദാത്തത, മഹിമ, അതിൻ്റെ ബൃഹത് സ്വരൂപം, സ്വഭാവം, അതിനുള്ള വൈഭവം, അതിൻ്റെ തണലിൽ ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ശാന്തിയും അമൃതും ആനന്ദാതിരേകവും. ഇതാണ് നമ്മുടെ സംസാര വിഷയം. ഇത് ഇഷ്ടപ്പെടാത്തവർ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊന്ന് നിങ്ങൾ പറയും. ഞാൻ നിർത്തട്ടെ. നമുക്ക് നാളെ ഈ സബ്ജക്റ്റ് ഇനിയും തുടരാം. ഞാൻ ഇന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ. ശരീരം ലോകത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് തുടങ്ങുന്ന നമ്മുടെ ജീവിതം സത്യമറിയുമ്പോൾ ഈ ലോകം മുഴുവനും എൻ്റെ മനസ്സിലാണ്, ശരീരവും എൻ്റെ മനസ്സിലാണ് എന്ന് തോന്നി തുടങ്ങും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നട്ടെ. ആലോചിക്കണം, നല്ല പോലെ ആലോചിച്ച് വേണം നിങ്ങളിന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ ആലോചന മനസ്സിലുണ്ടാവട്ടെ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഹരി. എല്ലാവരും ഓ ഹരി ഓം തത്സ. ജയ ഗുരു.